ഹായ് ഹലോ വെൽക്കം ടു എസ് സി മലയാളി. അപ്പോൾ എസ് സി മലയാളിയിൽ പുതിയ മാറ്റങ്ങൾ നമ്മൾ കൊണ്ടുവരാമെന്ന് ഓൾറെഡി നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് എന്താണ് കറണ്ട് അഫയേഴ്സിൽ ഒരു കംപ്ലീറ്റ് ചേഞ്ച് നമ്മൾ കൊണ്ടുവരികയാണ്. ഇനി മുതൽ എല്ലാ മാസത്തെയും കറണ്ട് അഫയേഴ്സ് വീഡിയോസ് നിങ്ങൾക്ക് ഇങ്ങനെയായിരിക്കും, ഈ ഒരു ഫോർമാറ്റിലായിരിക്കും നിങ്ങൾക്ക് കിട്ടുന്നത്. അത് മാത്രമല്ല കറണ്ട് അഫയേഴ്സിൻ്റെ ഈ PDF നിങ്ങൾക്ക് നമ്മുടെ ടെലിഗ്രാം ഗ്രൂപ്പിൽ ജോയിൻ ചെയ്താൽ അല്ലെങ്കിൽ നമ്മുടെ ആപ്പ് ഡൗൺലോഡ് ചെയ്താൽ ഈ PDF എന്താണ് നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് ലഭിക്കുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ നമുക്ക് നവംബർ മാസത്തിലെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കറണ്ട് അഫയേഴ്സ്, ഏറ്റവും പ്രാധാന്യമുള്ള അപ്പോയിൻമെൻറ്റ്സ്, അവാർഡ്സ്, സ്പോർട്സ് ഫാക്ട്, ഓക്കെ, അതുപോലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് കാര്യങ്ങൾ എന്താണ് നമ്മൾ ഈ ഒരു സെക്ഷനിൽ ഡിസ്കസ് ചെയ്ത് പോകുന്നതായിരിക്കും. അപ്പോൾ ഈ ഓരോ മാസത്തെ കറണ്ട് അഫയേഴ്സ് എന്താണ് നിങ്ങൾ പഠിച്ച് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ലാസ്റ്റ് മിനിറ്റിൽ എന്താണ് അത്ര ഹെക്റ്റിക് ആയിട്ടുള്ളൊരു പഠിത്തം ആവശ്യം വരില്ല. നിങ്ങൾ ഓരോ മാസത്തെ കറണ്ട് അഫയേഴ്സ് ഫോളോ അപ്പ് ചെയ്ത് പോയി കഴിഞ്ഞാൽ ലാസ്റ്റ് നിങ്ങൾക്ക് നോക്കാനും എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്നവർക്ക് വളരെ എളുപ്പമായിരിക്കും. അപ്പോൾ നമുക്ക് നവംബറിലെ ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് കറണ്ട് അഫയേഴ്സ് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, ഫസ്റ്റ് വൺ 16th ബ്രിക് സമ്മിറ്റ്. ഓക്കെ, നമുക്ക് നമ്മൾ കേട്ടിട്ടുണ്ടല്ലേ ബ്രിക് സമ്മിറ്റ് നടന്നു, ഹോസ്റ്റ് ചെയ്തു. അപ്പോൾ ഈ ഫ്രീക്വൻ്റ്ലി എന്താണ് നമ്മുടെ എക്സാംസുകളിൽ ചോദിക്കാറുണ്ട് ബ്രിക് സമ്മിറ്റിൻ്റെ കാര്യങ്ങളൊക്കെ. അപ്പോൾ എന്താണ് ഈ ബ്രിക് സമ്മിറ്റ്? നമ്മൾ ജസ്റ്റ് അത് മാത്രമല്ല, നമ്മൾ കറണ്ട് അഫയേഴ്സ് പറയുമ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് ഫാക്റ്റുകളോട് നമുക്ക് ഇതിൻ്റെ കൂടെ ആഡ് ചെയ്ത് പോകാം. അപ്പോൾ ബ്രിക് സമ്മിറ്റ് ഏതൊക്കെ രാജ്യങ്ങളാണ്? BRICS അല്ലേ, ബ്രിക്സ് എന്ന് പറയും അല്ലേ? നോക്കിക്കേ, അതായത് ബ്രസീൽ, റഷ്യ, ഇന്ത്യ, ചൈന ആൻഡ് സൗത്ത് ആഫ്രിക്ക. ഓക്കെ, ഇവരാണ് ബ്രിക്സ് എന്ന് അറിയപ്പെടുന്നത്. അപ്പോൾ ടോട്ടൽ എത്ര മെമ്പേഴ്സ് എന്ന് വെച്ചാൽ നേരത്തേക്ക് 5 മെമ്പേഴ്സ് ആയിരുന്നു. ഓക്കെ, പക്ഷെ ഇപ്പം 9 മെമ്പേഴ്സ് ആണ് കേട്ടോ. 9 മെമ്പേഴ്സ് ബ്രിക്സിൽ ടോട്ടൽ 9 മെമ്പേഴ്സ് ആണത് ബ്രിക്സിൽ ഇപ്പം ഉള്ളത്. ഓക്കെ, എക്സ്ട്രാ ആയിട്ട് 4 മെമ്പേഴ്സും ബ്രിക്സിൽ വന്നിട്ടുണ്ട്. ഓക്കെ, അത് ഏതൊക്കെയാണെന്ന് വെച്ചാൽ ഇറാൻ, UAE, ഈജിപ്ത് ആൻഡ് എത്യോപ്യ. ഓക്കെ, ഏതൊക്കെയാണ്? ഇറാൻ, UAE, ഈജിപ്ത് ആൻഡ് എത്യോപ്യ. ഇറാൻ, UAE, ഈജിപ്ത് ആൻഡ് എത്യോപ്യ. ഓക്കെ, ഈ 4 രാജ്യങ്ങളാണിത് പുതിയതായിട്ട് ബ്രിക്സിൽ ആഡ് ചെയ്യപ്പെട്ടിട്ടുള്ളൂ. അപ്പം ഇത് ഹോസ്റ്റ് ചെയ്ത ആരാണ്? ഈ ബ്രിക്സ് സമ്മിറ്റ് നമുക്ക് കൊടുത്ത് നോക്കാം ആരാണ് ഹോസ്റ്റ് ചെയ്തത്. ഹോസ്റ്റ് ചെയ്തിരിക്കുന്നത് റഷ്യയാണ്. റഷ്യ. ഓക്കെ, റഷ്യയിലെ വ്ളാഡിമിർ പുടിനാണിത് ഈ 16th ബ്രിക്സ് സമ്മിറ്റ് ഹോസ്റ്റ് ചെയ്തിരുന്നത്. ഇനി നമ്മുടെ ഇന്ത്യയെ റെപ്രസെന്റ് ചെയ്ത് ആരാണ് പോയിട്ടുള്ളത് എന്ന് ചോദിക്കാറുണ്ട്. ഓക്കെ, ഇന്ത്യയെ റെപ്രസെന്റ് ചെയ്ത് പോയിട്ടുള്ളത് നമ്മുടെ PM ആയ നരേന്ദ്രമോദിയാണിത് ഇന്ത്യയെ റെപ്രസെന്റ് ചെയ്ത് പോയിട്ടുള്ളത്. അപ്പം ഞാൻ പറഞ്ഞു ബ്രിക്സ് സമ്മിറ്റിനെ കുറിച്ച് കുറച്ച് കാലം പഠിച്ചത്. എത്ര മെമ്പേഴ്സ് ഉണ്ട്? 9 മെമ്പേഴ്സ് ഉണ്ട്. അത് മാത്രമല്ല ഈ 16th ബ്രിക്സ് സമ്മിറ്റ് ഹോസ്റ്റ് ചെയ്ത് റഷ്യയാണ്, ചെയർ ചെയ്ത് വ്ളാഡിമിർ പുടിനാണ്. നമ്മുടെ ഇന്ത്യ റെപ്രസെന്റ് പോയത് നരേന്ദ്രമോദിയാണ്. ഇനി ഈ ബ്രിക്സ് സമ്മിറ്റിന്റെ തീം എന്താണെന്ന് നമുക്ക് പഠിക്കാം. തീം എന്താണ്? സ്ട്രെങ്തനിങ് മൾട്ടിലാറ്ററിസം ഫോർ ഫെയർ ഗ്ലോബൽ ഡെവലപ്മെന്റ് ആൻഡ് സെക്യൂരിറ്റി ആണെന്ത് ഈ ബ്രിക്സ് സമ്മിറ്റിന്റെ തീം എന്ന് പറയുന്നത്. എന്താണ്? സ്ട്രെങ്തനിങ് മൾട്ടിലാറ്ററിസം ഫോർ ഫെയർ ഗ്ലോബൽ ഡെവലപ്മെന്റ് ആൻഡ് സെക്യൂരിറ്റി. ഇനി ബ്രിക്ക് ഫോം ചെയ്ത വർഷം വെച്ചാൽ 2009 ബ്രിക്ക് ഫോം ചെയ്ത് കേട്ടോ. 2009 ബ്രിക്സ് സമ്മിറ്റ് അല്ലെങ്കിൽ ബ്രിക്സ് ഫോം ചെയ്ത്. ഇതിന്റെ ഹെഡ് ക്വാർട്ടേഴ്സ് വരുന്നത് ചൈനയാണ്. ഷാങ്കായ് ചൈനയാണ് ഇതിന്റെ ഹെഡ് ക്വാർട്ടേഴ്സ് എന്ന് പറയുന്നത്. അപ്പോൾ അതും കൂടെ ഇതിന്റെ കൂടെ എക്സ്ട്രാ ഫാക്ട്സ് ആയിട്ട് ഒന്ന് നോട്ട് ചെയ്ത് നോക്കുക. അപ്പോൾ നമ്മൾ ഒത്തിരി കാലം പഠിച്ചല്ലോ, ജസ്റ്റ് ഒരു എവിടെയാണ് ഹോസ്റ്റ് ചെയ്യുന്ന കാര്യത്തിലൂടെ നമ്മൾ ഒത്തിരി കാര്യങ്ങൾ. ഇപ്പോൾ ഞാൻ പറയുകയാണെങ്കിൽ ഒരു GK ഒരു ടോപ്പിക് എടുക്കുകയാണെങ്കിൽ നിങ്ങൾ ആ ടോപ്പിക്കിന് ചുറ്റും ഒരു സർക്കിൾ പോലെ അതിന് ചുറ്റുമുള്ള ഒരു റേഡിയസിൽ കുറച്ച് കാര്യങ്ങൾ പഠിച്ചു പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഏറ്റവും ബെറ്റർ അതായിരിക്കും. അങ്ങനെയാണ് ശരിക്കും നിങ്ങൾ GK-നെ അപ്രോച്ച് ചെയ്യേണ്ടത്. അപ്പോൾ ഒന്നുകൂടെ പറയാം, ബ്രിക്സ് സമ്മിറ്റ് ഹോസ്റ്റ് ചെയ്ത റഷ്യ, 9 മെമ്പേഴ്സ് ഉണ്ട്. 2009 ഫോം ചെയ്തു. ചൈനയാണ് ഹെഡ് ക്വാർട്ടേഴ്സ് ഷാങ്കായ്. നരേന്ദ്രമോദി ആൻഡ് വ്ളാഡിമിർ പുടിൻ ചെയർ ചെയ്തു. അതുപോലെ സ്ട്രെങ്തനിങ് മൾട്ടിലാറ്ററൽ ഫോർ ഫെയർ ഗ്ലോബൽ ആൻഡ് ഡെവലപ്മെന്റ് ആൻഡ് സെക്യൂരിറ്റി ആണ് ഇതിന്റെ തീം എന്ന് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് വൺ ഏഷ്യൻ ക്ലീൻ എനർജി സബ്മിറ്റ്. ഇതാണ് ഏഷ്യ ക്ലീൻ എനർജി സബ്മിറ്റ്. ഓക്കെ, ഈ സബ്മിറ്റ് എവിടെയാണ് നടന്നത്? എല്ലാ വർഷവും ഏഷ്യ ക്ലീൻ എനർജി സമ്മിറ്റ് നടക്കാറുണ്ട്. ഇനി 11th എഡിഷൻ ഓഫ് ഏഷ്യ ക്ലീൻ എനർജി സമ്മിറ്റ് നടന്ന എവിടെയാണ്? അത് സിംഗപ്പൂർ. എവിടെയാണ്? സിംഗപ്പൂരിലാണ് 11th എഡിഷൻ നടന്നത്. എല്ലാ വർഷവും നടക്കാറുണ്ട് അല്ലേ നമ്മുടെ ക്ലീൻ എനർജി സമ്മിറ്റ് വെച്ചാൽ നമ്മുടെ എനർജി ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട ഒരു സബ്മിറ്റ് ആണ്. അപ്പോൾ അതിന്റെ 11th എഡിഷൻ എവിടെ നടന്നത്? 11th എഡിഷൻ നടന്നത് എവിടെയാണ്? സിംഗപ്പൂരിലാണിത് നടന്നത്. ഇനി നെക്സ്റ്റ് നമുക്കൊരു ബുക്ക് നോക്കാം. ഓക്കെ, നമുക്ക് എല്ലാവർക്കും സുപരിചിതമായ നമ്മുടെ ഓസ്ട്രേലിയൻ ബാറ്റ്സ്മാൻ അല്ലെങ്കിൽ ഓൾറൗണ്ടർ ആണിത് ഗ്ലെൻ മാക്സ്വെൽ എന്നറിയപ്പെടുന്നത് അല്ലേ. ഗ്ലെൻ മാക്സ്വെലിന്റെ ബുക്കാണിത് ദ ഷോ മാൻ എന്ന് പറയുന്നത്. ദ ഷോ മാൻ, അതായത് അദ്ദേഹത്തിന്റെ ഇന്നിങ്സുകളൊക്കെ റീസെന്റ് ആയിട്ട് നമ്മുടെ ODI വേൾഡ് കപ്പിൽ അഫ്ഗാനിസ്ഥാനെതിരെ 100 സെഞ്ചുറി അടിച്ച
അദ്ദേഹത്തിന്റെ ടീമിനെയൊക്കെ വിൻ ചെയ്തിരുന്നു. ഓക്കെ, വളരെ എന്താണ് ഒരു ത്രില്ലിംഗ് മാച്ച് ആയിരുന്നു നമ്മൾ കണ്ടുകൊണ്ടിരുന്നത് അല്ലേ. അപ്പം ഇതിനെയൊക്കെ ആസ്പദമാക്കി മീൻസ് ഇത് മാത്രമല്ല അതിന്റെ ഒരു ജീവിതത്തിലെ കുറച്ച് എന്താണ് അനുഭവങ്ങളൊക്കെ എന്താണ് ചീന്തിയെടുത്ത് എഴുതിയ ഒരു ബുക്കാണ് ദ ഷോ മാൻ, ഗ്ലെൻ മാക്സ്വെലിന്റെ ഷോ മാൻ എന്ന് പറയുന്നത്. അപ്പോൾ 2 ഞങ്ങൾ പഠിച്ചു. ഓക്കെ, ഏഷ്യ ക്ലിയറൻസ് സമ്മിറ്റ് സമ്മിറ്റ് നടന്നത് എവിടെയാണ്? സിംഗപ്പൂരിലാണ്. 11ാമത്തെ എഡിഷൻ നടന്നത് എവിടെയാണ്? സിംഗപ്പൂരിലാണ്. അതുപോലെ ഗ്ലെൻ മാക്സ്വെൽ ഓതർ ചെയ്ത ബുക്കിന്റെ പേരാണ് ദ ഷോ മാൻ എന്ന് പറയുന്നത്. അടുത്തത് ബ്രിക്സ് സമ്മിറ്റ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. നമ്മുടെ G20 സമ്മിറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, G20 സമ്മിറ്റ്. ഓക്കെ, നമ്മൾ ബ്രിക്സ് സമ്മിറ്റ് റഷ്യയിലാണ് ഹോസ്റ്റ് ചെയ്തെങ്കിൽ G20 സമ്മിറ്റ് എവിടെയാണ്? G20 സമ്മിറ്റ് ഹോസ്റ്റ് ചെയ്ത് ബ്രസീലാണ്. ബ്രസീൽ കേട്ടോ, G20 സമ്മിറ്റ് ഹോസ്റ്റ് ചെയ്ത് ബ്രസീൽ. അപ്പൊ G20 എത്ര മെമ്പേഴ്സ് ഉണ്ടെന്ന് വെച്ചാൽ എന്ത് പറയും? G20 എന്ന് പറയുമ്പോൾ 20 അല്ലേ എന്ന് പറയുമ്പോൾ 20 അല്ല കേട്ടോ. G20 21 മെമ്പേഴ്സ് ഉണ്ട് കേട്ടോ. 21 മെമ്പേഴ്സ് ഉണ്ട്. അതായത് G20 എന്താണ് മെമ്പേഴ്സ് പ്ലസ് ആഫ്രിക്കൻ യൂണിയനും കൂടെ എന്താണ് പുതുതായിട്ട് ജോയിൻ ചെയ്തിട്ടുണ്ട്. അതാണ് ആഫ്രിക്കൻ യൂണിയനും കൂടെ എന്താണ് പുതുതായിട്ട് ജോയിൻ ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പം G21 21 മെമ്പേഴ്സ് ആണുള്ളത്. ഇനി G20 ഇത്തവണത്തെ G20 സമ്മിറ്റ് ഹോസ്റ്റ് ചെയ്ത് ബ്രസീലാണ്. 19th എഡിഷൻ. ഏതാണ്? 19th എഡിഷൻ ആണെന്ത് ഇത്തവണ നടന്നത്. ഇത് ചെയർഡ് ബൈ ആരാന്ന് വെച്ചാൽ ലൂയിസ് ഇനാസിയോ ലുലാ ഡാ സിൽവ. ആരാണ്? ലൂയിസ് ഇനാസിയോ ലുലാ ഡാ സിൽവ ആണെന്ത് ഈ G20 സമ്മിറ്റ് ചെയർ ചെയ്ത വ്യക്തി. ഇനി എന്നാണ് ഈ G20 ഫോം ചെയ്തത്? 1999. ഓക്കെ, 1999 G20 ഫോം ചെയ്തിരിക്കുന്നത്. ഇനി അത് മാത്രമല്ല നമുക്ക് ഇതിന്റെ തീം കൂടെ നോക്കാം. ബിൽഡിംഗ് എ ജസ്റ്റ് വേൾഡ് ആൻഡ് എ സസ്റ്റൈനബിൾ പ്ലാനറ്റ്. എന്താണ്? ബിൽഡിംഗ് എ ജസ്റ്റ് വേൾഡ് ആൻഡ് സസ്റ്റൈനബിൾ പ്ലാനറ്റ് ആണിത് ഇതിന്റെ തീം എന്ന് പറയുന്നത്. ഓക്കെ, ബ്രസീലിലെ റിയോ ഡി ജനറോയിലാട്ടോ നടന്നത്. ഓക്കെ, അതാണ് റിയോ സമ്മിറ്റ് കേട്ടോ. റിയോ സമ്മിറ്റ് അല്ല, അപ്പോൾ റിയോ ഡി ജനറലാണെന്ത് സിറ്റിയിലാണെന്ത് ഇത് നടന്നത് കേട്ടോ. അതും കൂടെ ഒന്ന് നോട്ട് ചെയ്യുക. ഓക്കെ, അതുപോലെ 2023-ലെയും 2025-ലെയും ചോദിക്കാൻ സാധ്യതയുണ്ട്. ഇപ്പൊ നമ്മൾ പഠിച്ചത് 2024-ലാണല്ലോ, ഇത് 2024-ലാണ്. ഓക്കെ, അതുപോലെ 2023-ലെയും 2025-ലെയും G20 സബ്മിറ്റ് എവിടെയാണ് ഹോസ്റ്റ് ചെയ്യുന്നത് എന്താണ് ചോദിക്കാൻ സാധ്യതയുണ്ട്. ഓക്കെ, അപ്പൊ 2023 എടുക്കുകയാണെങ്കിൽ ഓക്കെ 2023 ഓക്കെ 2023 എവിടെയായിരുന്നു? അത് ഇന്ത്യയിലായിരുന്നു. 2023 ഇന്ത്യയിൽ. അതുപോലെ 2025 ഹോസ്റ്റ് ചെയ്യാൻ പോകുന്നത് സൗത്ത് ആഫ്രിക്കയിലാട്ടോ. സൗത്ത് ആഫ്രിക്ക 2025 G20 സമ്മിറ്റ് ഹോസ്റ്റ് ചെയ്യാൻ പോകുന്നത് സൗത്ത് ആഫ്രിക്കയിലാണ്. അപ്പോൾ ഈ 2 കാര്യങ്ങൾ നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കാം. അപ്പോൾ നമുക്ക് നോക്കാം. ഫസ്റ്റ് G20 സമ്മിറ്റ് എവിടെയാണ്? ബ്രസീലിൽ നടന്നു. അതുപോലെ 19th എഡിഷൻ ആണ് നടന്നത്. ഇനി ബ്രസീലിന്റെ റിയോ ഡി ജനറലാണ് നടന്നത്. 1999-ലാണ് G20 ഫോം ചെയ്ത് 21 മെമ്പേഴ്സ് ആണുള്ളത്. ആഫ്രിക്കൻ യൂണിയൻ ആണ് അവസാനമായിട്ട് ജോയിൻ ചെയ്ത മെമ്പർ എന്ന് പറയുന്നത്. 2023 ഇന്ത്യയിലും 2025 എന്താണ് ഇനി G20 സമ്മിറ്റ് സൗത്ത് ആഫ്രിക്കയിലാണ് കണ്ടക്ട് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, നെക്സ്റ്റ് ബ്രിക് നാഷണൽ അഗ്രി ഫുഡ് ബയോ മാനുഫാക്ചറിംഗ് ഇൻസ്റ്റിറ്റ്യൂട്ട് ബ്രിക് നാബി ലോഞ്ച് ഇൻ മൊഹാലി. പഞ്ചാബിലെ മൊഹാലിൽ എന്താണ് ഈ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് പുതുതായിട്ട് ലോഞ്ച് ചെയ്തു. പുതിയ ഓർഗനൈസേഷൻസ് അല്ലെങ്കിൽ ഇൻസ്റ്റിറ്റ്യൂട്ട്സ് ഒക്കെ എന്താണ് പുതുതായിട്ട് ലോഞ്ച് ചെയ്യുമ്പോൾ എന്താണ് അത് കറണ്ട് അഫയേഴ്സ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഇടയ്ക്കിടയ്ക്ക് എന്താണ് ചോദിക്കാറുണ്ട്. അപ്പോൾ പഠിക്കാം. ബ്രിക് നാഷണൽ അഗ്രി ഫുഡ് ബയോ മാനുഫാക്ചറിംഗ് ഇൻസ്റ്റിറ്റ്യൂട്ട് എവിടെയാണ്? മൊഹാലിയിൽ ലോഞ്ച് ചെയ്തിട്ടുണ്ട്. ഇനി അടുത്താണ് RPF, നമ്മുടെ റെയിൽവേ പ്രൊട്ടക്ഷൻ ഫോഴ്സസ് ലോഞ്ചിലെ ഡിജിറ്റൽ മെമ്മോറിയൽ ഓഫ് വാൽ. ഓക്കെ, എന്താണെന്ന് വെച്ചാൽ ഈ RPF അല്ലെങ്കിൽ പോലീസ് ഉദ്യോഗസ്ഥരുടെ എന്താണ് അവരുടെ ഒരു ധീരതയൊക്കെ കാണിക്കുന്ന ടൈപ്പ് ഓഫ് അല്ലെങ്കിൽ അവരുടെ ഒരു സേവനത്തിന് എന്താണ് അവർ കൊടുക്കുന്ന ഒരു കാര്യമാണ് ഡിജിറ്റൽ മെമ്മറിയൽ ഓഫ്. അപ്പോൾ അവരുടെ എന്താണ് അവരുടെ സേവനം അല്ലെങ്കിൽ അവരെ ഹോണർ ചെയ്യാൻ വേണ്ടി എന്നൊരു വെബ്സൈറ്റ്, ആ വെബ്സൈറ്റിൽ എന്താണ് അവരുടെ കാര്യങ്ങളൊക്കെ ഇൻക്ലൂഡ് ചെയ്യുക. അതാണ് ഇവർ ഡിജിറ്റൽ മെമ്മറിയൽ ഓഫ് വാലർ എന്ന് പറയുന്നത്. ഇത് ആരാണ് ലോഞ്ച് ചെയ്യുന്നത് ചോദിച്ചാൽ ഇത് ലോഞ്ച് ചെയ്ത് RPF റെയിൽവേ പ്രൊട്ടക്ഷൻ ഫോഴ്സ് ആണ് ഇത് ലോഞ്ച് ചെയ്തത്. അപ്പോൾ 2 പഠിച്ചു. ബ്രിക് നാബി എവിടെ വെച്ചാൽ ബ്രിക് നാബി എവിടെയാണ്? അത് മൊഹാലി. ഓക്കെ, പഞ്ചാബിലെ മൊഹാലിലാണ് ഇത് ബ്രിക് നാബി ഉള്ളത്. അതുപോലെ തന്നെ നമ്മുടെ RPF എന്താണ് ലോഞ്ച് ചെയ്തത്? RPF ലോഞ്ച് ചെയ്താണ് ഡിജിറ്റൽ മെമ്മറിയൽ ഓഫ് വാലർ എന്ന് പറയുന്നത്. ഓക്കെ, അതുപോലെ ബ്രിക് ലോഞ്ച് ചെയ്ത് ജിതേന്ദ്ര സിംഗ് ആട്ടോ, നമ്മുടെ യൂണിയൻ മിനിസ്റ്ററായ ജിതേന്ദ്ര സിംഗ് ആണ് ബ്രിക് ലോഞ്ച് ചെയ്തിട്ടുള്ളത്. ഓക്കെ, ജിതേന്ദ്ര സിംഗ്. ഓക്കെ, ജിതേന്ദ്ര സിംഗ് ആണിത് ഈ ബ്രിക് ലോഞ്ച് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ആ ഒരു കാര്യം കൂടെ എന്താണ് ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്യുക. നെക്സ്റ്റ് ഇന്റർനാഷണൽ സോളാർ അലയൻസ്. ഓക്കെ, അടുത്ത ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഓർഗനൈസേഷൻ ആണ് ഇന്റർനാഷണൽ സോളാർ അലയൻസ് എന്ന് പറയുന്നത്. ഓക്കെ, ഇന്റർനാഷണൽ സോളാർ അലയൻസിൽ എന്താണ് പുതിയ ഡയറക്ടർ ജനറൽ അല്ലെ, ഡയറക്ടർ ജനറൽ ആയിട്ട് ആശിഷ് ഖന്നനെ അപ്പോയിന്റ് ചെയ്തു. വെരി 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 ഇമ്പോർട്ടന്റ്. നമ്മൾ അപ്പോയിന്റ്മെന്റ്സ് ഒക്കെ എന്താണ് അത്രത്തോളം ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ്. അപ്പം ആശിഷ് ഖന്ന ഓൾഡ് ഡയറക്ടർ എന്ന് വെച്ചാൽ അജയ് മാത്തൂർ ആണ് കേട്ടോ. അജയ് മാത്തൂർ. ഓക്കെ, അജയ് മാത്തൂർ ആണ് ഓൾഡ് ഡയറക്ടർ എന്ന് പറഞ്ഞിരുന്നത്.
ഓക്കെ, അജയ് മാത്തൂർ. ഇൻ കേസ് എന്താണ് എക്സാമിനൊക്കെ 2023 ഓക്കെ അല്ലെങ്കിൽ എന്താണ് 24 തുടക്കത്തിലേക്ക് എന്താണ് ഇന്റർനാഷണൽ ഈ ഡയറക്ടർ ജനറൽ ആരാന്ന് വെച്ചാൽ അത് അജയ് മാത്തൂർ ആയിരുന്നു. അതിനുശേഷം നമ്മൾ നവംബർ ആയപ്പോഴാണ് ഈ ISAയുടെ പുതിയ ഡയറക്ടർ ജനറൽ ആയിട്ട് ആശിഷ് ഖന്നനെ അപ്പോയിന്റ് ചെയ്തിട്ടുള്ളത്. ഇനി ഇന്റർനാഷണൽ സോളാർ അലയൻസ് ഫോം ചെയ്ത് ഏത് വർഷമാണെന്ന് വെച്ചാൽ 2015. ഇതാണ് 2015 ആണ് ഇന്റർനാഷണൽ സോളാർ അലയൻസ് ഫോം ചെയ്തത്. ഇനി ഇതിന്റെ ഹെഡ് ക്വാർട്ടേഴ്സ് വരുന്ന എവിടെ വെച്ചാൽ ഹെഡ് ക്വാർട്ടേഴ്സ് വരുന്നത് ഹരിയാന, ഗുരുഗ്രാമിലെ ഹരിയാന ആണ് ഇതിന്റെ ഹെഡ് ക്വാർട്ടേഴ്സ് വരുന്നത്. അപ്പൊ അതുകൊണ്ടാണ് അതൊന്ന് നോട്ട് ചെയ്ത് നോക്കാം കേട്ടോ. അപ്പൊ എന്താ കാര്യങ്ങൾ പഠിച്ചു? ഓൾഡ് ഡയറക്ടർ പഠിച്ചു. ആരാണ്? അജയ് മാത്തൂർ ആണ്. പുതിയ ആരാണ്? ആശിഷ് ഖന്നയാണ്. ഈ ISA ഫോം ചെയ്ത വർഷം 2015 ആണ്. അത് മാത്രമല്ല ഇതിന്റെ ഹെഡ് ക്വാർട്ടേഴ്സ് വരുന്നത് എവിടെയാണ്? അത് ഹരിയാന, ഗുരുഗ്രാമിലെ ഹരിയാനയിലാണ് ഇതിന്റെ ഹെഡ് ക്വാർട്ടേഴ്സ് വരുന്നത്. ഓക്കെ, next one, Deepak Agarwal has been appointed as MD of National Agriculture Corporation Marketing Federation India. അതായത് NAFED എന്ന് പറയും. ഓക്കെ, നാഫെഡിന്റെ പുതിയ എന്താണ് MD ആയിട്ട്, മാനേജിംഗ് ഡയറക്ടർ ആയിട്ട് അപ്പോയിന്റ് ചെയ്തിരിക്കുന്ന ആരാണ്? അത് ദീപക് അഗർവാളിനെ. ഞാൻ പറഞ്ഞു അപ്പോയിന്റ്മെന്റ്സ് എന്താണ് വളരെയേറെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഫാക്ട് ആണ്. അപ്പൊ ദീപക് അഗർവാൾ ആണത് പുതിയ MD. ഓക്കെ, MD ആയിട്ട് നമ്മൾ അപ്പോയിന്റ് ചെയ്തിരിക്കുന്നത്. ഇനി അതുപോലെ നെക്സ്റ്റ് ഒരു അവാർഡാണ് ഹോണറി ഓഫീസർ ഓഫ് ദ ഓർഡർ ഓഫ് ഫിജി അവാർഡ്. ഒക്കെ എല്ലാ വർഷവും എന്താണ് ഓരോ പ്രൊമിനന്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഫേമസ് ആയിട്ടുള്ള ആൾക്കാർക്ക് കൊടുക്കുന്ന ഒരു അവാർഡാണ് ഹോണററി എന്താണ് ഓഫീസർ ഓഫ് ദ ഓർഡർ ഓഫ് ഫിജി അവാർഡ് എന്ന് പറയുന്നത്. ഇതിൽ വെച്ചാണ് ഇതിൽ വെച്ചത് ശ്രീ രവിശങ്കറിനാണ് ഈ അവാർഡ് ലഭിച്ചത്. ഓക്കെ, അപ്പൊ രണ്ട് കാര്യങ്ങൾ നമ്മൾ പഠിച്ചു. ഏതൊക്കെയാണ്? ഒന്ന് എന്താണ് ദീപക് അഗർവാൾ ഹാസ് ബീൻ അപ്പോയിന്റഡ് ആസ് MD ഓഫ് നാഫെഡ്. അതുപോലെ ഹോണറി ഓഫീസർ ഓഫ് ഓർഡർ ഓഫ് ഫിജി ലഭിച്ചതാരാണ്? അത് ലഭിച്ചത് ശ്രീ രവിശങ്കർ. ഓക്കെ, ഈ രണ്ട് കാര്യം നോട്ട് ചെയ്യുക. നെക്സ്റ്റ് ഹർഷ് വർദ്ധൻ ശൃംഖല. ഓക്കെ, ഹർഷ് വർദ്ധൻ ശൃംഖല റീസെന്റ് ആയിട്ട് ന്യൂസിലേക്ക് കണ്ടാണ് ഹർഷവർദ്ധൻ അഗർവാൾ ആരാണ്? ഹി ഹാസ് ബീൻ അപ്പോയിന്റഡ് ആസ് ദ ന്യൂ ചെയർമാൻ ഓഫ് ഫിസി. ഫിസിയുടെ പുതിയ എന്താണ് ഫിസി എന്ന് പറയുന്നത്? ഫെഡറേഷൻ ഓഫ് ഇന്ത്യൻ ചാമ്പേഴ്സ് ഓഫ് കൊമേഴ്സ് ആൻഡ് ഇൻഡസ്ട്രി. ഓക്കെ, ചിലപ്പോൾ ഇതിന്റെ ഫുൾ ഫോം ഒക്കെ ചോദിക്കാറുണ്ട് എക്സാമ്പിൾ. അപ്പൊ അതും കൂടെ നോട്ട് ചെയ്യുക കേട്ടോ. ഫെഡറേഷൻ ഓഫ് ഇന്ത്യൻ ചാമ്പേഴ്സ് ഓഫ് കൊമേഴ്സ് ആൻഡ് ഇൻഡസ്ട്രി ആണ് ഫിസി എന്ന് പറയുന്നത്. ഇത് ഫോം ചെയ്ത വർഷം ഏതാണ്? 1927 ഫിസി ഫോം ചെയ്തിട്ട് 1927. ഇതിന്റെ ഹെഡ് ക്വാർട്ടേഴ്സ് എവിടെയാണ് ലൊക്കേറ്റ് ചെയ്യുന്നത്? ഹെഡ് ക്വാർട്ടേഴ്സ് ലൊക്കേറ്റ് ചെയ്യുന്നത് ന്യൂഡൽഹിയിലാണ്. ഓക്കെ, ചിലപ്പോൾ മേ ബി നമ്മൾ പഠിച്ചുകൊണ്ട് പോകുന്നത് ഹർഷവർദ്ധൻ അഗർവാൾ ഒരു പേരായിരിക്കും. ഓക്കെ, പുതിയ എന്താണ് ഫിസിയുടെ ചെയർമാൻ ആയിട്ട് ഹർഷവർദ്ധൻ അഗർവാൾ, അത് മാത്രം ചോദിക്കും. പക്ഷേ നമുക്ക് എക്സാമിൽ വരുന്നതായിരിക്കും മേ ബി എന്താണ് ഇത് എസ്റ്റാബ്ലിഷ് ചെയ്ത വർഷമായിരിക്കും, അല്ലെങ്കിൽ എന്താണ് ഇതിന്റെ ഹെഡ് ക്വാർട്ടേഴ്സ് എവിടെ ആയിരിക്കും, അങ്ങനെയൊക്കെ ആയിരിക്കും മേ ബി എന്താ ചോദ്യങ്ങൾ വരുന്നത്. അപ്പൊ എന്താണ് ഈ ഒരു കാര്യം കൂടെ നിങ്ങൾ ഒന്ന് നോട്ട് ചെയ്യുക. ഓക്കെ, നെക്സ്റ്റ് 7% GDP ഗ്രോത്ത്. നമ്മൾ നേരത്തെ G20 കാര്യം പറയാം, അല്ല G20 കൺട്രീസിൽ. അപ്പൊ G20 കൺട്രീസിൽ ഏറ്റവും കൂടുതൽ G20 കൺട്രീസിൽ ഏറ്റവും കൂടുതൽ എന്താണ്? ഏറ്റവും കൂടുതൽ GDP ഗ്രോത്ത് ആർക്കാണ്? അത് ഇന്ത്യ ആണ് എന്ത് GDP ഗ്രോത്തിൽ ടോപ്പായി മാറിയിരിക്കുന്നത് കേട്ടോ. ഇന്ത്യ ടോപ്പ് ഇൻ GDP ഗ്രോത്ത് റേറ്റ് എമോങ് G20 കൺട്രീസ്. ഓക്കെ, ഇത്ര നാളെന്താണ് ഇന്ത്യ അല്ലായിരുന്നു. അപ്പൊ ഇതാണ് എല്ലാവരെയും പിന്നിലാക്കിക്കൊണ്ട് ഇന്ത്യ ആണെന്ത് ഇപ്പം GDP ഗ്രോത്തിൽ ഹയസ്റ്റ് ആയിട്ട് എത്തിയിട്ടുള്ളത്. ഓക്കെ, സെക്കൻഡ് പ്ലേസ് നിൽക്കുന്ന ആരാണ്? അത് ഇന്തോനേഷ്യയാണ്. ഓക്കെ, സെക്കൻഡ് പ്ലേസിൽ ഇന്തോനേഷ്യ വിത്ത് 5% GDP ഗ്രോത്ത്. പക്ഷേ ഇന്ത്യയുടെ ഗ്രോത്ത് എത്രയാണ്? ഇന്ത്യയുടെ ഗ്രോത്ത് 7% ആണ്. അപ്പൊ മേ ബി ചോദിക്കാം. ഓക്കെ, അതായത് G20 കൺട്രീസിൽ ഇന്ത്യയുടെ GDP ഗ്രോത്ത് എത്ര ശതമാനമാണ്, അല്ലെങ്കിൽ സെക്കൻഡിൽ നിൽക്കുന്ന അല്ലെങ്കിൽ ഫസ്റ്റ് നിൽക്കുന്ന ഏത് രാജ്യമാണെന്ന് ചോദിക്കാം. അപ്പോൾ ഫസ്റ്റ് ആരാണ്? ഫസ്റ്റ് ഇന്ത്യയാണ്. എത്ര ശതമാനമാണ്? 7% ഗ്രോത്ത് ഉണ്ടായിരിക്കുന്നത്. രണ്ടാമത് ആരാണ് വരുന്നത്? രണ്ടാമത് സിംഗപ്പൂരാണ്. എത്രയാണ്? 5% GDP ഗ്രോത്ത് ആണത് സിംഗപ്പൂരിന് ഉണ്ടായിരിക്കുന്നത്. ഓക്കെ, ഇനി നെക്സ്റ്റ് വൺ വീണ്ടും അപ്പോയിന്റ്മെന്റ് ആണ്. വിപിൻ കുമാർ ഹാസ് ടേക്കൺ ചാർജ് ആസ് ദ ചെയർമാൻ ഓഫ് എയർപോർട്ട് അതോറിറ്റി ഓഫ് ഇന്ത്യ. അല്ലെ, നമ്മൾ കേട്ടിട്ടുണ്ട് അല്ലെ, AAI എന്ന് പറയുന്നത് എയർപോർട്ട് അതോറിറ്റി ഓഫ് ഇന്ത്യയുടെ കാര്യങ്ങൾ നമ്മൾ കേട്ടിട്ടുണ്ട് അല്ലെ. അപ്പം വിപിൻ കുമാർ ഹാസ് ടേക്കൺ ചാർജ് ആസ് ചെയർമാൻ ഓഫ് എയർപോർട്ട്സ് അതോറിറ്റി ഓഫ് ഇന്ത്യ. അതുപോലെ ചിത്ര ജയസിംഹ. ഓക്കെ, ചിത്ര ജയസിംഹ ഹാസ് ബീൻ അപ്പോയിന്റഡ് ആസ് ദ ചെയർപേഴ്സൺ ഓഫ് നാഷണൽ പെൻഷൻ സിസ്റ്റം ട്രസ്റ്റ്. ഓക്കെ, NPS-ന്റെ പുതിയ എന്താണ്? പുതിയ ഹെഡായിട്ട് എന്താ ചെയർപേഴ്സൺ ആയിട്ട് എന്താണ് ചിത്ര ജയസിംഹൻ എന്താണ് അപ്പോയിന്റ് ചെയ്തിട്ടുണ്ട്. അപ്പൊ രണ്ട് അപ്പോയിന്റ്മെന്റ്സ് നമ്മൾ ഓൾറെഡി പഠിച്ചു. ഏതൊക്കെയാണ്? ഒന്ന് വിപിൻ കുമാർ. ഓക്കെ, വിപിൻ കുമാർ എന്താണ് AAI അല്ലെങ്കിൽ എയർപോർട്ട് അതോറിറ്റി ഓഫ് ഇന്ത്യയുടെ എന്താണ് ചെയർമാൻ ആയിട്ട് പ്രഖ്യാപിച്ചു അല്ലെങ്കിൽ അപ്പോയിന്റ് ചെയ്തു. അതുപോലെ ചിത്ര ജയസിംഹ ഏതാണ്? ചിത്ര ജയസിംഹ നാഷണൽ പെൻഷൻ സിസ്റ്റം ട്രസ്റ്റിന്റെ ചെയർപേഴ്സൺ ആയിട്ടും എന്താണ് അപ്പോയിന്റ് ചെയ്തിട്ടുണ്ട്. നെക്സ്റ്റ് വൺ കംട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ. അല്ലെ, നമ്മുടെ ആർട്ടിക്കിൾസ് ഒക്കെ പഠിക്കാറുണ്ടല്ലേ. ആർട്ടിക്കിൾസ് പഠിക്കുമ്പോൾ ഏതാണ് ആർട്ടിക്കിൾ? അതായത് ആർട്ടിക്കിൾ 148 മുതൽ 151 വരെ ഇതാണത് CAG ഓഫ് ഇന്ത്യ എന്ന് പറയുന്നത് അല്ലെ. CAG ഓഫ് ഇന്ത്യ. ഓക്കെ, 148
148 മുതൽ 151 വരെ എന്താണ് നമ്മുടെ CAG ഓഫ് ഇന്ത്യനെ കുറിച്ചാണ് നമ്മൾ ആർട്ടിക്കിൾസ് പറയുന്നത്. ആരാണ് CAG അപ്പോയിന്റ് ചെയ്യുന്നത്? പ്രസിഡന്റ് അല്ലെ CAG അപ്പോയിന്റ് ചെയ്യുന്നത്. അപ്പോൾ റീസെന്റ് നമ്മൾ ആർക്കായിരുന്നു? നേരത്തെ വരെ എന്താണ് ഗിരീഷ് ചന്ദ്ര മുർമു അല്ലെ, ഗിരീഷ് ചന്ദ്ര മുർമു ആണ് ഇതുവരെ നമ്മുടെ CAG എന്ന് പറഞ്ഞുകൊണ്ടിരുന്നത്. പക്ഷേ റീസെന്റ് എന്താണ് മാറി? ആരാണ്? ഇപ്പം കെ സഞ്ജയ് മൂർത്തി. ആരാണ്? കെ സഞ്ജയ് മൂർത്തി ആണെന്ത് പുതിയ CAG ഓഫ് ഇന്ത്യ ആയിട്ട് അപ്പോയിന്റ് ചെയ്തിട്ടുള്ളത്. വെരി വെരി ഇമ്പോർട്ടൻറ്റ്. കാരണം CAG അതുപോലെ റീസെന്റ് ആയിട്ട് വരുന്ന അപ്പോയിന്റ്മെന്റ്സ് ഒക്കെ വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഓക്കെ, ചീഫ് ജസ്റ്റിസ് ഓഫ് ഇന്ത്യ, അതൊക്കെ എന്താണ് ഈ അപ്പോയിന്റ്മെന്റ്സ് വന്നു കഴിഞ്ഞാൽ എന്താണ് ചോദിക്കാൻ ഒരു എന്താണ് ഹൈ ചാൻസ് കൂടിയ ടോപ്പിക്കുകൾ അല്ലെങ്കിൽ ഒരു ഫാക്ട്സുകളാണിത് ഈ അപ്പോയിന്റ്മെന്റ്സ് എന്നൊക്കെ പറയുന്നത്. അപ്പോൾ നിങ്ങൾ മസ്റ്റ് ആയിട്ടും പഠിച്ചു വെക്കുക. കെ സഞ്ജയ് മൂർത്തി ഹാസ് ബീൻ അപ്പോയിന്റഡ് ആസ് ദ ന്യൂ CAG ഓഫ് ഇന്ത്യ. ഓക്കെ, ഓൾഡ് മേ ബി ഞാൻ പറഞ്ഞു ഓൾഡും ചോദിക്കാം. ഓക്കെ, 2023 ആരാണെന്ന് മേ ബി ചോദിക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ അങ്ങനെ ചോദിക്കണേ ആരാണ്? അത് ഗിരീഷ് ചന്ദ്ര മുർമു ആണ്. അപ്പോൾ അത് നോട്ട് ചെയ്ത് വെക്കുക. അതിന്റെ കൂടെ എന്താണ് ആർട്ടിക്കിൾസ് 148 മുതൽ 151 ആരെന്ന് നമുക്കൊന്ന് നോട്ട് ചെയ്ത് വെക്കാം. നെക്സ്റ്റ് വൺ, അഷ്ടലക്ഷ്മി മഹോത്സവ്. ഓക്കെ, ചില സ്റ്റാറ്റിക് GK പോലെ എന്താണ് കറണ്ട് അഫയേഴ്സ് ചോദിക്കാറുണ്ട്. അത് ഇന്ന വർഷം എന്താണ് ഒരു ഫെസ്റ്റിവൽ എവിടെ നടന്നു അല്ലെങ്കിൽ എന്തായിരുന്നു അതിന്റെ പ്രത്യേകത എന്നൊക്കെ പറഞ്ഞാൽ എന്താണ് നമ്മൾ സ്റ്റാറ്റിക് GKയിൽ കാണാറുണ്ട്. അപ്പോൾ അതും എന്താണ് കറണ്ട് അഫയേഴ്സ് ആയിട്ട് ചെറിയൊരു റിലേറ്റഡ് ഉണ്ട്. അതുപോലൊരു ചോദ്യമാണിത്, അഷ്ടലക്ഷ്മി മഹോത്സവ്. ഓക്കെ, ഇത് എവിടെ നടന്നതെന്ന് വെച്ചാൽ ഇത് ന്യൂഡൽഹിയിലാണ് ഇത് കണ്ടക്ട് ചെയ്തത്. അതായത് നമ്മുടെ നോർത്ത് ഈസ്റ്റേൺ സ്റ്റേറ്റ്സിലെ ക്രാഫ്റ്റുകൾ, ഓക്കെ, അവരുടെ ഒരു കൾച്ചർ കാണിക്കുക, അവരുടെ ഗോൾഡൻ ഈ നോർത്ത് ഈസ്റ്റ് സ്റ്റേറ്റ്സിലെ അവരുടെ ഓരോ സിൽക്ക് കാര്യങ്ങൾ അതൊക്കെ എന്താണ് കമ്പൈൻ ചെയ്തിട്ട് ഒരു മഹോത്സവം പോലെ ആണെന്ത് നടത്തിയ ഒരു ഫെസ്റ്റിവലാണ് അഷ്ടലക്ഷ്മി മഹോത്സവം എന്ന് പറയുന്നത്. ഓക്കെ, 6 മുതൽ 8 ഡിസംബർ വരെയാണത് ഇത് നടക്കുന്നത്. ഓക്കെ, ഇത് അഷ്ടലക്ഷ്മി മഹോത്സവം എവിടെയാണ് കണ്ടക്ട് ചെയ്യുന്നത്? അത് ന്യൂഡൽഹിയിലാണ് കണ്ടക്ട് ചെയ്യുന്നത്. ഓക്കെ, നോട്ട് ചെയ്ത് നോക്കാം. അടുത്താണത് IIT ഗുവാഹട്ടി വിൽ ഹോസ്റ്റ് ദ 10th ഇന്ത്യ ഇന്റർനാഷണൽ സയൻസ് ഫെസ്റ്റിവൽ. വെരി ഇമ്പോർട്ടൻറ്റ്. ഓക്കെ, അതായത് ഇന്ത്യ ഇന്റർനാഷണൽ സയൻസ് ഫെസ്റ്റിവൽ എവിടെയാണ് ഹോസ്റ്റ് ചെയ്യുന്നത് ചോദിക്കാറുണ്ട്. ഓക്കെ, അത് IIT ഗുവാഹട്ടി ആണത് ഇത് ഹോസ്റ്റ് ചെയ്യുന്നത്. അതായത് നോർത്ത് ഈസ്റ്റേൺ സ്റ്റേറ്റ്സ് അല്ലെങ്കിൽ അതുപോലെ നമ്മുടെ നോർത്തേൺ സ്റ്റേറ്റ്സ് ഒക്കെ കൂടി എന്താണ് ഒരു സയൻസ് എക്സിബിഷൻ പോലെ തന്നെ. ഓക്കെ, അത് ടെക്നോളജിയുടെ എന്താണ് കാര്യങ്ങൾ, സയൻസുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ എന്താണ് ഇവരും അത് എക്സിബിഷൻ പോലെ വെച്ചിട്ട് അങ്ങനെ ഒരു ഫെസ്റ്റിവൽ കണ്ടക്ട് ചെയ്യുകയാണ്. ഓക്കെ, ഇതെല്ലാം വർഷം നടക്കുന്നതാണ്. വളരെ ഫേമസ് ആയിട്ടുള്ള ഫെസ്റ്റിവലാണ്. എന്താണ് കറണ്ട് അഫയേഴ്സുമായി ബന്ധപ്പെട്ട് എക്സാംസിൽ എന്താണ് ചോദിക്കുന്ന ചോദ്യമാണ് ഈ ഇന്റർനാഷണൽ ഫെസ്റ്റിവൽ. അത് എത്രാമത്തെ എഡിഷൻ ആണ്? 10th എന്താണ് എഡിഷൻ ആണിത് ഇത്തവണ IIT ഗുവാഹട്ടിയിൽ കണ്ടക്ട് ചെയ്തത്. അപ്പോൾ 2 കാര്യങ്ങൾ പഠിച്ചു. അഷ്ടലക്ഷ്മി മഹോത്സവം എവിടെയാണെന്ന് വെച്ചാൽ എവിടെയാണ്? അത് ന്യൂഡൽഹിയിലാണ്. അതുപോലെ IIT ഗുവാഹട്ടി എന്താണ് ഇന്ത്യ ഇന്റർനാഷണൽ സയൻസ് ഫെസ്റ്റിവൽ ഹോസ്റ്റ് ചെയ്തത് എന്താണ് ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക. നെക്സ്റ്റ് വൺ ആണ് ഗംഗാ ഉത്സവം അല്ലെ. നമ്മൾ അഷ്ടലക്ഷ്മി മഹോത്സവം പഠിച്ചു. അതുപോലെ ഇമ്പോർട്ടൻ്റ് ആണത് ഗംഗാ ഉത്സവം എന്ന് പറയുന്നത്. അപ്പൊ ഗംഗാ ഉത്സവ് ഈസ് ഓർഗനൈസ്ഡ് ബൈ ദ നാഷണൽ മിഷൻ ഫോർ ക്ലീൻ ഗംഗ അറ്റ് ഹരിദ്വാർ. അതായത് നമ്മുടെ നാഷണൽ മിഷൻ ഫോർ ക്ലീൻ ഗംഗയുടെ ഭാഗമായിട്ട് എന്താണ് എല്ലാ കൊല്ലവും ഗംഗാ ഉത്സവം നടക്കും. ഓക്കെ, ഇവിടെ നോക്കി നിങ്ങൾ ഗംഗ അവിടെ അതിന്റെ തീരത്തുള്ള ഒരു പിക്ചർ കുറച്ചൊക്കെ. അപ്പോൾ ഇതാണ് ഗംഗാ ഉത്സവം എന്നൊക്കെ പറയുന്നത്. ഇവിടെ വലിയൊരു അതായത് നമ്മുടെ ഗംഗ ക്ലീൻ ചെയ്തതിന്റെ ഭാഗമായിട്ട് എന്താണ് ആ ഒരു എല്ലാ വർഷവും നടത്തുന്ന ഒരു ഉത്സവം. ഉത്സവം മീൻസ് എന്താണ് അതിന്റെ ഭാഗമായിട്ട് നടത്തുന്ന ഒരു കാര്യം ആണത് ഈ ഗംഗാ ഉത്സവം എന്ന് പറയുന്നത്. അപ്പോൾ എല്ലാ വർഷവും എന്താണ് ഹരിദ്വാർ ഇത് നടത്താറുണ്ട്. ഓക്കെ, അതൊന്ന് നോട്ട് ചെയ്ത് വെക്കാം കേട്ടോ. അതുപോലെ 5th നാഷണൽ EMRS കൾച്ചർ ആൻഡ് ലിറ്റററി ഫെസ്റ്റ് ആൻഡ് കലാ ഉത്സവ് ഹോസ്റ്റഡ് ഇൻ ഭുവനേശ്വർ, ഒഡീഷ. ഓക്കെ, ഇത് ചോദിക്കാറുള്ളത് ഈ കലാ ഉത്സവം മാത്രമായിട്ട് ചോദിക്കാറുള്ളൂ കേട്ടോ. എപ്പോഴും കാണാറുണ്ട് എന്താണ് കലാ ഉത്സവം ഏത് സ്റ്റേറ്റിലാണ് ഹോസ്റ്റ് ചെയ്യുന്നത്. ഓക്കെ, എവിടെയാണ് കലാ ഉത്സവം എവിടെയാണ് ഹോസ്റ്റ് ചെയ്യുന്നത്? അല്ലെങ്കിൽ എന്താണ് മേ ബി ചോദിക്കാം EMRS കൾച്ചറൽ ആൻഡ് ലിറ്ററസി ഫെസ്റ്റ് എവിടെയാണ് ഹോസ്റ്റ് ചെയ്യുന്നത്? എവിടെയാണ്? അത് ഒഡീഷ, ഭുവനേശ്വറിലെ ഒഡീഷയിലാണ് ഇത് ഹോസ്റ്റ് ചെയ്യുന്നത്. ഇതിന്റെ പറയുന്ന പേരാണ് ഉദ്ഭവ്. മേ ബി അങ്ങനെ ചോദിക്കാം എന്താണ് ഉദ്ഭവ്. ഓക്കെ, ഉദ്ഭവ് എന്നാണ് ഈ ഒരു കൾച്ചറൽ ഫെസ്റ്റിവൽ അവരിട്ടിരുന്ന പേര്. അപ്പൊ നമ്മൾ ഓരോ നമ്മുടെ ഫെസ്റ്റ് ഒക്കെ നടത്തുവാണെങ്കിൽ നമ്മൾ ആ ഫെസ്റ്റിന് ഒരു പേരിടാറില്ലേ? അതുപോലെ ഇവർ നടത്തുന്ന ഈ ഒരു ഫെസ്റ്റിന്റെ പേരാണിത് ഉദ്ഭവ് എന്ന് പറയുന്നത്. അപ്പോൾ ഉദ്ഭവ് നടക്കുന്നത് എവിടെയാണ്? അത് ഒഡീഷയിലാണ്. അപ്പോൾ 2 പേർക്ക് ചോദിക്കാം. ഒന്നെന്താണ് കലാ ഉത്സവ് നടക്കുന്നത് എവിടെയാണെന്ന് ചോദിക്കാം, അല്ലെങ്കിൽ ഒഡീഷയിൽ ഏത് ഉത്സവമാണ് നടക്കുന്നത് അതിന്റെ പേരെന്താണ്? അതിന്റെ പേരാണ് ഉദ്ഭവ് എന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ ഇത്ര കാര്യങ്ങൾ നോട്ട് ചെയ്യാം. അപ്പോൾ 2 കാര്യങ്ങൾ പഠിച്ചു. ഒന്ന് ഗംഗാ ഉത്സവം എവിടെയാണ്? ഹരിദ്വാറിൽ കണ്ടക്ട് ചെയ്യുന്നുണ്ട്. അതുപോലെ എന്താണ്? അതുപോലെ EMRS അല്ലെങ്കിൽ കലാ ഉത്സവം എവിടെ നടക്കുന്നത്? അത് നടക്കുന്നത് എന്താണ് ഒഡീഷയിലാണെന്ന് നോട്ട് ചെയ്ത് വെക്കുക. നെക്സ്റ്റ്, the limit of Pradhan Mantri Mudra Yojana has been enhanced from 10 lakhs to 20 lakhs. അപ്പോൾ ഈ യോജനാസ് അതുപോലെ എന്താണ് സ്കീംസ് ഇതൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം എന്താണ് കറണ്ട് അഫയേഴ്സിലൊക്കെ എപ്പോഴും ചോദിക്കാറുള്ള ചോദ്യമാണ്. പ്രധാനമന്ത്രി യോജനാസ് എന്തൊക്കെയാണ്, അല്ലെങ്കിൽ സ്കീംസോട് ബന്ധപ്പെട്ട കാര്യങ്ങൾ എന്താണ്, എത്ര ലക്ഷം രൂപയാണ് ഞാൻ അലോക്കേറ്റ് ചെയ്തിരിക്കുന്നത്, ആർക്കാണ് ഇതിന് ബെനിഫിറ്റ്സ് കിട്ടുന്നത്, അങ്ങനെ ഒത്തിരി ചോദ്യങ്ങൾ എന്താണ് കറണ്ട് അഫയേഴ്സിന് ചോദിക്കാറുണ്ട്. അപ്പോൾ നോക്കാം. The limit of പ്രധാനമന്ത്രി മുദ്ര യോജന has been enhanced from 10 lakh to 20 lakhs. ഓക്കെ, ഇത് എന്താണിത്? അതായത് നമ്മുടെ ഫാമേഴ്സിന്, ഓക്കെ, നമ്മുടെ ഫാർമേഴ്സ് അല്ലെങ്കിൽ എന്താണ് നോൺ കോർപ്പറേറ്റ്സ് ഇവർക്ക് എന്താണ് ഇവർക്കൊക്കെ നമ്മൾ എന്താണ് ഒരു
ലോൺ സഹായം അവരുടെ എന്താണ് ബിസിനസ് അല്ലെങ്കിൽ അവരുടെ അഗ്രികൾച്ചർ ഫാമിംഗ് ഒക്കെ എന്താണ് ഇംപ്രൂവ് ചെയ്യാൻ വേണ്ടി കൊടുക്കുന്ന ലോൺ പോലത്തെ സ്കീമാണ് പ്രധാനമന്ത്രി മുദ്ര യോജന എന്ന് പറയുന്നത്. അപ്പൊ നേരത്തെ നേരത്തെ ഇത് 10 ലക്ഷമായിരുന്നു എന്ത് ഇതിന്റെ ലോൺ എമൗണ്ട് എന്ന് പറയുന്നത്. ആ 10 ലക്ഷം എന്താണ് ഇംപ്രൂവ് ചെയ്തിട്ട് അല്ലെങ്കിൽ ഇൻക്രീസ് ചെയ്തിട്ട് 20 ലാഖിലേക്ക് എന്താണ് അത് ഇംപ്രൂവ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ മേ ബി എക്സാമിന് ചോദിക്കാം ഈ പ്രധാനമന്ത്രി മുദ്ര യോജന 10 ലക്ഷത്തിൽ നിന്ന് എത്രയാണ് അതിന്റെ ഒരു ലോൺ എമൗണ്ട് ലിമിറ്റ് എത്രയാണെന്ന് ചോദിക്കാം. അപ്പം 10 എന്താണ് 20 ലാഖ്സിലേക്ക് ഇത് ഇൻക്രീസ് ചെയ്തിട്ടുണ്ട്. Next, China has become the largest greenhouse emitter according to the UNEP Emission Gap Report Index. അപ്പം ചോദ്യം വരുന്നത് എന്താണെന്ന് വെച്ചാൽ എമിഷൻ ഗ്യാപ്പ് റിപ്പോർട്ട് ഇൻഡെക്സ് അല്ലെങ്കിൽ എമിഷൻ ഗ്യാപ്പ് റിപ്പോർട്ട് 2024 പ്രകാരം എന്താണ് ഏറ്റവും കൂടുതൽ ഗ്രീൻ ഹൗസ് ഗ്യാസസ് എമിറ്റ് ചെയ്യുന്നത് ഏത് കൺട്രി ആണെന്ന് ചോദിച്ചാൽ അത് ചൈനയാട്ടോ. ചൈന. ഓക്കെ, ചൈന ഏറ്റവും കൂടുതൽ ഗ്രീൻ ഹൗസ് ഗ്യാസസ് എമിറ്റ് ചെയ്യുന്നുണ്ട്. നെക്സ്റ്റ് ആണ് ഇന്ത്യ റാങ്ക്ഡ് 176th in the Global Conservation Index NCA 2024 among the 180 countries. അതായത് 180 കൺട്രീസിൽ 176ാമത്തെ റാങ്കാണ് ഇന്ത്യക്ക് കിട്ടിയിട്ടുള്ളത്. ഓക്കെ, വളരെ ലോ റാങ്ക് ആണ്. ഈ ഒരു സീരീസ് എന്താണ് അല്ലെങ്കിൽ എന്താണ് ഈ ഗ്ലോബൽ കൺസർവേഷൻ ഇൻഡെക്സിൽ ഫസ്റ്റ് വന്നത് ലക്ഷംബോർഗ് ആട്ടോ. ലക്ഷംബോർഗ് ആണത് ഈ ഒരു ഗ്ലോബൽ കൺസർവേഷൻ ഇൻഡെക്സിൽ ഒന്നാമതെത്തിയ രാജ്യം എന്ന് പറയുന്നത്. മേ ബി ചോദിക്കാം സാധാരണ ഈ ഇൻഡെക്സുകൾ എന്താണ് വരുമ്പോൾ ചോദിക്കുന്നത് ഒന്നെങ്കിൽ ഇന്ത്യയുടെ റാങ്ക് എത്രയാണ് അല്ലെങ്കിൽ എന്താണ് ഈ ഒരു ഇൻഡെക്സ് ഈ ഒരു സീരീസിൽ ഏറ്റവും ഒന്നാമതെത്തിയത് ഏത് കൺട്രി ആണെന്നാണ് ചോദിക്കാറുള്ളത്. അപ്പം ഒന്നാമതെത്തിയത് ലക്ഷംബോർഗ് ആണ്. അതുപോലെ ഇന്ത്യയുടെ റാങ്ക് 176 ആണെന്ന് എന്താണ് ഒന്ന് നോട്ട് ചെയ്ത് നോക്കാം. 3 കാര്യങ്ങൾ പഠിച്ചു. എന്തൊക്കെയാണ് നോക്കാം. ഫസ്റ്റ്, പ്രധാനമന്ത്രി മുദ്ര യോജനയുടെ എന്താണ് സ്കീം 10 ലക്ഷത്തിൽ നിന്നും 20 ലക്ഷം എന്താണ് ഇൻക്രീസ് ചെയ്തിട്ടുണ്ട്. നെക്സ്റ്റ് വൺ എന്താണ് അതുപോലെ ചൈന എന്താണ് ഏറ്റവും കൂടുതൽ ഗ്രീൻ ഹൗസ് ഗ്യാസ് എമിറ്റ് ചെയ്യുന്ന രാജ്യമായി മാറി. അതുപോലെ മൂന്നാമത് പഠിച്ച എന്താണ് നമ്മുടെ ഗ്ലോബൽ കൺസർവേഷൻ ഇൻഡെക്സിൽ 176ാമത്തെ റാങ്കാണ് ഇന്ത്യ അറ്റൈൻ ചെയ്ത് ഏറ്റവും ഫസ്റ്റ് വന്നിരിക്കുന്നത് ലക്ഷംബോർഗ് ആണ്. നെക്സ്റ്റ് വീണ്ടും അപ്പോയിന്റ്മെന്റ്സ് ആണ്. TV Narendran has been elected as the chairman of World Steel Association. Okay, World Steel Associationന്റെ എന്താണ് ചെയർമാൻ ആയിട്ട് TV നരേന്ദ്രനെ അപ്പോയിന്റ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഈ വേൾഡ് സ്റ്റീൽ അസോസിയേഷൻ ഏത് വർഷം ഫോം ചെയ്തത് 1967 1967. ഓക്കെ, 1967 ഇത് വേൾഡ് സ്റ്റീൽ അസോസിയേഷൻ ഫോം ചെയ്തിട്ടുള്ളൂ. 1967 അതുപോലെ ഇതിന്റെ ഹെഡ് ക്വാർട്ടേഴ്സ് വരുന്നത് ബ്രൂസൽസിലാണ്. ഓക്കെ, ബ്രൂസൽസ് ബെൽജിയത്തിലാണ് ഇതിന്റെ ഹെഡ് ക്വാർട്ടേഴ്സ് വരുന്നത്. അതും കൂടെ നോട്ട് ചെയ്ത് വെക്കാം. ഇനി പുതിയ ചെയർമാനായിട്ട് അപ്പോയിന്റ് ചെയ്ത വ്യക്തിയാണത് TV നരേന്ദ്രൻ എന്ന് പറയുന്നത്. അപ്പോൾ ചോദിക്കാം വേൾഡ് സ്റ്റീൽ അസോസിയേഷന്റെ പുതിയ ചെയർമാനായിട്ട് ആരെ അപ്പോയിന്റ് ചെയ്തു? TV നരേന്ദ്രനാണത് വേൾഡ് സ്റ്റീൽ അസോസിയേഷന്റെ പുതിയ ചെയർമാൻ. അതുപോലെ നെക്സ്റ്റ് ആണ് അരവിന്ദർ സിംഗ് ചാഹ്നി അപ്പോയിന്റഡ് ചെയർമാൻ ഓഫ് ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷൻ. ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷന്റെ പുതിയ ചെയർമാനായിട്ട് ആരാണ്? അരവിന്ദർ സിംഗ് സാഹ്നി എന്താണ് അപ്പോയിന്റ് ചെയ്തിട്ടുണ്ട്. ഇതിന്റെ ഹെഡ് ക്വാർട്ടേഴ്സ് വരുന്നത് വെച്ചാൽ ഹെഡ് ക്വാർട്ടേഴ്സ് ന്യൂഡൽഹി ആട്ടോ. ഹെഡ് ക്വാർട്ടേഴ്സ് അറ്റ് ന്യൂഡൽഹി. ഓക്കെ, ന്യൂഡൽഹി ആണെന്ത് ഇതിന്റെ ഹെഡ് ക്വാർട്ടേഴ്സ് എന്ന് പറയുന്നത്. അപ്പോൾ നോട്ട് ചെയ്ത് വെക്കാം. ഓക്കെ, അപ്പോൾ പുതിയ ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷന്റെ ചെയർമാൻ അരവിന്ദർ സിംഗ് സാഹ്നി. അതുപോലെ ഹെഡ് ക്വാർട്ടേഴ്സ് വരുന്നത് ന്യൂഡൽഹിയാണ്. ഓക്കെ, നെക്സ്റ്റ് പോയിന്റ് ന്യൂ ടൈഗർ റിസർവ്സ്. ഓക്കെ, നമുക്കിപ്പം കറന്റ്ലി എത്ര ടൈഗർ റിസർവ്സ് ഉണ്ടെന്ന് ചോദിച്ചാൽ നമുക്ക് മൊത്തത്തിലാണ് 58 ടൈഗർ റിസർവ്സ് ആണ് നമുക്കിപ്പം ഉള്ളത്. അപ്പം പുതുതായിട്ട് നമ്മൾ 3 ടൈഗർ റിസർവ് ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത് 3 ചോദിക്കാം. കാരണം റീസെന്റ് ആഡ് ചെയ്ത 3 ഉണ്ട്. ഇത് 3 എന്താണ് ചോദിക്കാൻ നല്ല സാധ്യതയുണ്ട്, നല്ല ഇമ്പോർട്ടൻസ് ഉണ്ട്. അപ്പൊ 56ാമത്തെ ടൈഗർ റിസർവ് എന്ന് വെച്ചാൽ അതെന്താണ്? അത് ടാമോർ പിംഗ്ല ടൈഗർ റിസർവ് ആട്ടോ. ഇതാണ് ടാമോർ പിംഗ്ല ടൈഗർ റിസർവ്. ഓക്കെ, ഈ ടാമോർ പിംഗ്ല ടൈഗർ റിസർവിന് പ്രത്യേകത ഉണ്ട്. ഇത് തേർഡ് ലാർജസ്റ്റ് അതാണ് ടൈഗർ റിസർവ് ആണ്. ഓക്കെ, ഏറ്റവും ഫസ്റ്റ് അതായത് ഏറ്റവും വലിയ ടൈഗർ റിസർവ് അറിയപ്പെടുന്നത് നാഗാർജുന സാഗർ ശ്രീശൈലം ടൈഗർ റിസർവ് ആട്ടോ. ഏറ്റവും ടോപ്പ്. ഓക്കെ, ഫസ്റ്റ് നിൽക്കുന്ന ആരാണ്? ഫസ്റ്റ് നിൽക്കുന്നത് ഏറ്റവും ടോപ്പ് നാഗാർജുന സാഗർ ടൈഗർ റിസർവ് എവിടെയൊക്കെ ആന്ധ്രാപ്രദേശ് ആട്ടോ. ആന്ധ്രാപ്രദേശ്. ഓക്കെ, ആന്ധ്രാപ്രദേശിലെ നാഗാർജുന സാഗർ ആണ് ഏറ്റവും വലിയ ടൈഗർ റിസർവ് എന്ന് പറയുന്നത്. അപ്പൊ തേർഡ് ലാർജസ്റ്റ് എന്ന് വെച്ചാൽ അത് ടാമോർ പിംഗ്ല എവിടെയാണ്? ഛത്തീസ്ഗഡിലാണ് ഇത് ലൊക്കേറ്റ് ചെയ്യുന്നത്. അതുപോലെ നെക്സ്റ്റ് ഒന്നാണത് രത്താപ്പാടി ടൈഗർ റിസർവ് എവിടെയാണ്? മധ്യപ്രദേശ് കേട്ടോ. ഇതിന്റെ പ്ലേസും ചോദിക്കാം. ഓക്കെ, അല്ലെങ്കിൽ ചോദിക്കാം ഒന്നെങ്കിൽ ചോദിക്കുന്നത് 57ാമത്തെ ടൈഗർ റിസർവ് ആയിട്ട് ഏത് എന്താണ് ടൈഗർ റിസർവ് ആണ് വന്നത്. അപ്പോൾ അതാണ് അത് രത്താപ്പാനി എന്താണ് ടൈഗർ റിസർവ് അല്ലെങ്കിൽ എന്താണ് ഇത് എവിടെയാണ് ലൊക്കേറ്റ് ചെയ്യുന്നത് ചോദിക്കാം. എവിടെയാണ്? അത് മധ്യപ്രദേശിലാണ് ഇത് ലൊക്കേറ്റ് ചെയ്യുന്നത്. അപ്പോൾ 2 പേര് ചോദിക്കാം. ഇനി ഏറ്റവും റീസെന്റ് ആയിട്ട് ലാസ്റ്റ് ഒന്നാണത് 58ാമത്തെ അതാണത് മാധവ് നാഷണൽ പാർക്ക് മധ്യപ്രദേശ്. അപ്പോൾ 2 വന്നു അല്ലേ? 57ഉം 58ഉം 2 കൂടെയാണ് രണ്ടും
മധ്യപ്രദേശിലാണ്. ഓക്കെ, M4M എന്ന് അയച്ചാൽ മതി. M4M മാധവ് നാഷണൽ പാർക്ക് എവിടെയാണ്? അത് മധ്യപ്രദേശിലാണ്. അതുപോലെ രതാബാൻ ടൈഗർ റിസർവ് എവിടെയാണ്? അതും മധ്യപ്രദേശിലാണ്. പക്ഷേ ടാമോർ ബംഗ്ല എവിടെയാണ്? ടാമോർ ബംഗ്ല ഛത്തീസ്ഗഡിലാണ് ഇത് ലൊക്കേറ്റ് ചെയ്യുന്നത്. അപ്പോൾ 56, 57, 58 ഇതുപോലെ എന്താണ് പുതിയ 3 എന്താണ് ടൈഗർ റിസർവ് ആണിത് ഫോം ചെയ്തിട്ടുള്ളത്. നെക്സ്റ്റ് വൺ, കോൺസ്റ്റിറ്റ്യൂഷൻ ഡേ ഓഫ് ഭാരത് അല്ലേ. നമ്മുടെ പൊളിറ്റിയിൽ പഠിക്കുന്ന ഒരു കാര്യമാണ്. നവംബർ 26, 1949 നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ ഡേ ആയിട്ട് നമ്മൾ ആചരിക്കുന്നത്. അപ്പോൾ ഈ ഒരു 2024 ആയപ്പോഴേക്കും എന്താണ് അതിന്റെ 75ാം വാർഷികം അല്ലെ, 75ാമത്തെ വാർഷികമാണെന്ന് കംപ്ലീറ്റ് ചെയ്യുക. അപ്പോൾ അതിന്റെ ഭാഗമായിട്ട് നമ്മൾ ഇറക്കിയ നമ്മുടെ ഒരു എന്താണ് സ്ലോഗൻ ആണ് ഹമാര സംവിധാൻ ഹമാര സ്വാഭിമാൻ. അതായത് അവർ കോൺസ്റ്റിറ്റ്യൂഷൻ അവർ പ്രൈഡ് അല്ലെ, അവർ കോൺസ്റ്റിറ്റ്യൂഷൻ അവർ കോൺസ്റ്റിറ്റ്യൂഷൻ അവർ പ്രൈഡ്. ഓക്കെ, അവർ കോൺസ്റ്റിറ്റ്യൂഷൻ അവർ പ്രൈഡ്. ഇതാണത് ഹമാര സംവിധാൻ ഹമാര സ്വാഭിമാൻ. നിങ്ങൾ ചോദിക്കാം മേ ബി എന്താണ് 75ാമത്തെ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ഡേയുടെ ഭാഗമായിട്ട് നമ്മുടെ സ്ലോഗൻ എന്തായിരുന്നു? മേ ബി ഹിന്ദിയിൽ ചോദിക്കാം കേട്ടോ, മേ ബി ഹിന്ദി ചോദിക്കാം. അതുകൊണ്ടാണ് ഹമാര സംവിധാൻ ഹമാര സ്വാഭിമാൻ എന്ന് പറഞ്ഞിരിക്കുന്നത്. അല്ലെങ്കിൽ എന്താണ് ഇംഗ്ലീഷ് ചോദിക്കാം, അവർ കോൺസ്റ്റിറ്റ്യൂഷൻ അവർ പ്രൈഡ് എന്ന് പറയാം. ഇനി ഈ 75ാമത്തെ എന്താണ് കോൺസ്റ്റിറ്റ്യൂഷൻ ഡേയുടെ ഭാഗമായിട്ട് നമ്മളൊരു പുതിയ മ്യൂസിയം ലോഞ്ച് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അതും എന്താണ് ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കറണ്ട് അഫയേഴ്സ് ആണ്. ദ ഫസ്റ്റ് കോൺസ്റ്റിറ്റ്യൂഷണൽ മ്യൂസിയം എവിടെയാണ്? അത് ലോഞ്ച് ചെയ്തിരിക്കുന്നത് ഹരിയാനയിലാണ്. ഹരിയാനയിലെ എന്താണ് OP ജിൻഡൽ ഗ്ലോബൽ യൂണിവേഴ്സിറ്റി ഇൻ സോണിപ്പട്ട്. അവിടെയാണ് നമ്മുടെ ഈ കാണുന്ന ഇതാണ് മ്യൂസിയം കേട്ടോ, ഇതാണ് നമ്മൾ കാണുന്ന മ്യൂസിയം. ഓക്കെ, അതായത് കോൺസ്റ്റിറ്റ്യൂഷനുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ എന്താണ് ഉൾക്കൊള്ളിച്ചുകൊണ്ട് ഒരു മ്യൂസിയം എവിടെയാണ് ഹരിയാനയിൽ ഇവർ ലോഞ്ച് ചെയ്തിട്ടുണ്ട്. ഇനി ഈ മ്യൂസിയത്തിന്റെ പേരെന്താണെന്ന് വെച്ചാൽ പേര് പറയുന്നത് ദ കോൺസ്റ്റിറ്റ്യൂഷൻ അക്കാഡമി ആൻഡ് ദ റൈറ്റ്സ് ആൻഡ് ഫ്രീഡംസ് മ്യൂസിയം എന്ന് അറിയപ്പെടും. ഇതാണ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ അക്കാഡമി ആൻഡ് ദ റൈറ്റ്സ് ആൻഡ് ഫ്രീഡംസ് മ്യൂസിയം. അതായത് നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ എങ്ങനെയാണ് ഫോം ചെയ്തത് അതുമായിട്ട് ബന്ധപ്പെട്ട ഓക്കെ പഴയ കാര്യങ്ങൾ അതൊക്കെ ഓർമ്മിപ്പിക്കുന്ന ഒരു മ്യൂസിയം. ഓക്കെ, നമ്മുടെ 75ാമത്തെ എന്താണ് കോൺസ്റ്റിറ്റ്യൂഷന്റെ ഭാഗമായിട്ട് നമ്മൾ ലോഞ്ച് ചെയ്തിട്ടുണ്ട്. അവിടെ ഹരിയാനയിലാണ് ഇത് ലോഞ്ച് ചെയ്തിട്ടുള്ളത്. ഓക്കെ, എവിടെയാണ്? അവിടെ OP ജിൻഡൽ ഗ്ലോബൽ യൂണിവേഴ്സിറ്റിയിലാണ് ഇത് ലോഞ്ച് ചെയ്തിട്ടുള്ളതെന്ന് പഠിക്കുക. അപ്പോൾ നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ ഡേയുടെ കാര്യമായിട്ട് പഠിച്ചത് എന്താണ്? അവർ കോൺസ്റ്റിറ്റ്യൂഷൻ അവർ പ്രൈഡ് അല്ലേ, അതൊരെണ്ണം പഠിച്ചു. അതുപോലെ ഹമാര സംവിധാൻ അല്ലെങ്കിൽ ഹമാര സ്വാഭിമാൻ. ഓക്കെ, ഈ 2 കാര്യങ്ങൾ നമ്മൾ പഠിച്ചു. നെക്സ്റ്റ്, ഫസ്റ്റ് ഏഷ്യൻ ബുദ്ധിസ്റ്റ് സമ്മിറ്റ്. ഓക്കെ, ABS അല്ലെ. ഫസ്റ്റ് ഏഷ്യൻ ബുദ്ധിസ്റ്റ് സമ്മിറ്റ് എവിടെ നടക്കുന്നത്? അത് നടക്കുന്നതാണ് അത് ന്യൂഡൽഹിയിലാണത് ഓർഗനൈസ് ചെയ്യാൻ പോകുന്നത്. ന്യൂഡൽഹി. ഓക്കെ, ന്യൂഡൽഹി ഈസ് ഓർഗനൈസിംഗ് ദ ഫസ്റ്റ് ഏഷ്യൻ ബുദ്ധിസ്റ്റ് സമ്മിറ്റ് വിത്ത് കൊളാബറേഷൻ വിത്ത് ഗവൺമെന്റ് ഓഫ് ഇന്ത്യ. ഇനി ഇത് മാത്രമല്ല, ഇതിന്റെ തീം ഇമ്പോർട്ടന്റ് ആണ്. തീം എന്താണ്? റോൾ ഓഫ് ബുദ്ധ ധമ്മ ഇൻ സ്ട്രെങ്തനിങ് ഏഷ്യ അല്ലെ. നമുക്കറിയാം അല്ലെ, ബുദ്ധന്റെ എന്താണ് തോട്ട്സ് വ്യൂസ് ഒക്കെ എന്താണ് വളരെ എന്താണ് ഇമ്പോർട്ടന്റ് ആണ് അല്ലെ. നമ്മൾ കേട്ടിട്ടില്ല ഒരുപാട് കാര്യങ്ങൾ നമ്മൾ അതിനകത്ത് പഠിച്ചിട്ടുണ്ട്. അപ്പം എന്താണ് റോൾ ഓഫ് ബുദ്ധ ധമ്മ ഇൻ സ്ട്രെങ്തനിങ് ഏഷ്യ ആണ് ഇതിന്റെ തീം. ഫസ്റ്റ് ഏഷ്യൻ ബുദ്ധിസ്റ്റ് സമ്മിറ്റ് അടക്കം കണ്ടക്ട് ചെയ്യുന്നത് ന്യൂഡൽഹിയിലാണെന്ന് ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക. നെക്സ്റ്റ് വൺ, 8th വുമൻസ് അതാണ്. അതുപോലെ മിനിസ്ട്രി ഓഫ് കൾച്ചർ ആട്ടോ ഈ ഏഷ്യൻ ബുദ്ധിസ്റ്റ് കൗൺസിൽ സമ്മിറ്റ് ലോഞ്ച് ചെയ്യുന്നത്. നെക്സ്റ്റ് വൺ, 8th വുമൻസ് ഏഷ്യൻ ചാമ്പ്യൻഷിപ്പ്. ഓക്കെ, 8th വുമൻസ് അതായത് നമ്മുടെ ഹോക്കി അതിൽ ആരാണ് ജയിച്ചത്? ഓക്കെ, 8ാമത്തെ വുമൻസ് ഏഷ്യൻ ചാമ്പ്യൻഷിപ്പ് ഉണ്ട് ആരുമല്ല നമ്മുടെ ഇന്ത്യ തന്നെയാണ്. ഓക്കെ, ഇന്ത്യൻ ഹോക്കി ടീം ഹാസ് വോൺ ദ ട്രോഫി ബൈ ബീറ്റിംഗ് ചൈന. ഓക്കെ, ഐ തിങ്ക് 1-0 എന്ന പോയിന്റ് ആണെന്ന് തോന്നുന്നു, കറക്റ്റ് ഓർമ്മയില്ല. ഓക്കെ, ആ ഒരു പോയിന്റ് എന്താണ് ഇന്ത്യൻ ഹോക്കി ടീമും ചൈനനെ ബീറ്റ് ചെയ്തിട്ടുള്ളത്. ഇനി ഇത് എവിടെയാണ് നടന്നതെന്ന് വെച്ചാൽ ഇത് നടന്നത് എവിടെയാണ്? ബീഹാറിലാണ്. ഓക്കെ, ബീഹാറിലെ രാജ്ഗീർ ഹോക്കി സ്റ്റേഡിയത്തിലാണിത് ഈ 8th വുമൻസ് ഏഷ്യൻ ചാമ്പ്യൻഷിപ്പ് നടന്നത്. അത് മാത്രമല്ല ഇതിനകത്ത് ടോപ്പ് സ്കോറർ ആരാന്ന് വെച്ചാൽ ദീപിക സെഹ്റാവട്ട്. ആരാണ്? ദീപിക, ഇന്ത്യൻ പ്ലെയർ ആയ ദീപിക സെഹ്റാവട്ട് ആണ് ഈ ഒരു 8th വുമൻസ് ഏഷ്യൻ ചാമ്പ്യൻഷിപ്പിലെ ടോപ്പ് സ്കോററായി മാറിയത്. ഓക്കെ, 11 ഗോളാണ് ദീപിക സെഹ്റാവട്ട് ആ ഒരു എന്താണ് ഇവന്റിൽ സ്കോർ ചെയ്തിട്ടുള്ളത്. അപ്പോൾ 3 ടൈപ്പ് ചോദ്യങ്ങൾ ചോദിക്കാം. അതായത് 8th വുമൻസ് ഏഷ്യൻ ചാമ്പ്യൻഷിപ്പ് എവിടെയാണ് നടന്നത്? എവിടെയാണ്? ബീഹാറിലാണ്. ആരാണ് ഇതിൽ വോൺ ചെയ്ത്? ഇന്ത്യൻ ടീമാണ് വോൺ ചെയ്ത്. ആരാണ് ബീറ്റ് ചെയ്ത്? ചൈനയെ ബീറ്റ് ചെയ്തു. ഇത് മാത്രമല്ല ഇതിലെ ടോപ്പ് സ്കോററായി മാറിയത് ആരാണെന്ന് വെച്ചാൽ എന്താണ്? ദീപിക സെഹ്റാവട്ടാണ് ഈ ഒരു ഇവന്റിലെ ടോപ്പ് സ്കോററായിട്ട് മാറിയതും കൂടെ നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കുക. ഓക്കെ, നെക്സ്റ്റ് വൺ, ഗുജറാത്ത് ബിക്കം ദ ഫസ്റ്റ് സ്റ്റേറ്റ് ഇൻ ഇന്ത്യ ടു ഇംപ്ലിമെന്റ് ദ ഡെഡിക്കേറ്റഡ് സെമി കണ്ടക്ടർ പോളിസി. ഓക്കെ, അതായത് നമ്മുടെ സെമി കണ്ടക്ടർ പ്രൊഡക്ഷൻ്റെ ഒക്കെ എന്താണ് ഒരു എന്താണ് പ്രൊഡക്ഷൻ കൂട്ടാൻ വേണ്ടി ഇംപ്ലിമെന്റ് ചെയ്ത ഒരു എന്താണ് കാര്യമാണ് ഈ ഡെഡിക്കേറ്റഡ് സെമി കണ്ടക്ടർ പോളിസി എന്ന് പറയുന്നത്. അപ്പോൾ മേ ബി ചോദിക്കാം ഈ ഡെഡിക്കേറ്റഡ് സെമി കണ്ടക്ടർ പോളിസി ഏത് സ്റ്റേറ്റ് ആണ് ലോഞ്ച് ചെയ്തത്? ഓക്കെ, ഏത് സ്റ്റേറ്റ് എന്ന് വെച്ചാൽ ഏതാണ്? അത് ഗുജറാത്ത് ആണ് ഇത് ലോഞ്ച് ചെയ്തിട്ടുള്ളത്. ഓക്കെ, നെക്സ്റ്റ് വൺ, വേൾഡ്സ് ഫസ്റ്റ് ഹൈ ആൾട്ടിറ്റ്യൂഡ് പാരാ സ്പോർട്സ് സെന്റർ വിൽ ബി അപ്പ് ഇൻ ലേ ലഡാക്ക്. ഓക്കെ, അതായത് ഹൈ ആൾട്ടിറ്റ്യൂഡ്, അതായത് ലോകത്തിൽ തന്നെ എന്താണ് വേൾഡിൽ തന്നെ എന്താണ് ഫസ്റ്റ് ഹൈ ആൾട്ടിറ്റ്യൂഡ് പാരാ സ്പോർട്സ് സെന്റർ. ഓക്കെ, നമുക്കറിയാം ലേ ലഡാക്ക് എന്ന് പറയുന്ന ഒരു ഹൈ ആൾട്ടിറ്റ്യൂഡ് പ്ലേസ് ആണ്. അപ്പോൾ അവിടെ എന്താണ് അവിടെ ഈ
ഹൈ ആൾട്ടിറ്റ്യൂഡ് പാരാ സ്പോർട്സ് സെന്റർ നമ്മൾ സെറ്റപ്പ് ചെയ്തിട്ട് എന്താണെന്ന് വെച്ചാൽ നമുക്ക് 2028 നമുക്ക് പാരാ ഒളിമ്പിക്സ് വരുന്നുണ്ട്. എവിടെയാണ് 2028 പാരാ ഒളിമ്പിക്സ് നടക്കുന്നത്? US ലോസ് ആഞ്ചലസിലെ US പാരാ ഒളിമ്പിക്സ് നടക്കുന്നത്. അപ്പോൾ അതിനുവേണ്ടി എന്താണ് നമ്മുടെ പാരാ അത്ലറ്റ്സിന് അല്ലെങ്കിൽ പാരാ ഒളിമ്പിക്സിൽ പങ്കെടുക്കുന്ന ആൾക്കാർക്ക് എന്താണ് പ്രാക്ടീസ് അല്ലെങ്കിൽ എന്താണ് അവരെ ഒന്ന് ബൂസ്റ്റപ്പ് ചെയ്യാൻ വേണ്ടി എന്താണ് നമ്മൾ ലോഞ്ച് ചെയ്തിട്ടുള്ളതാണത് ഈ ഹൈ ആൾട്ടിറ്റ്യൂഡ് പാരാ സ്പോർട്സ് സെന്റർ എന്ന് പറയുന്നത്. അപ്പോൾ ലോഞ്ച് ചെയ്തവരാണ് അത് ലഡാക്കിൽ തന്നെയാണ്. അപ്പോൾ ഹൈ ആൾട്ടിറ്റ്യൂഡ് എന്നൊക്കെ പറയുന്നത് നമുക്ക് പെട്ടെന്ന് കണക്ട് ചെയ്യാൻ പറ്റും. ലഡാക്കിലാണ് ഇത് വരുന്നതെന്ന്. ഓക്കെ, നെക്സ്റ്റ് ആണ് എ 4-day ഗ്ലോബൽ സോയിൽ കോൺഫറൻസ് ഹാസ് ബീൻ ഇനാഗ്രേറ്റഡ് ഇൻ ന്യൂഡൽഹി ഓൺ 19th November 2024. നമ്മുടെ സോയിൽ കൺസർവേഷനൊക്കെ ഭാഗമായിട്ട് എന്താണ് സോയിൽ ഇറോഷൻ സംഭവിക്കുന്നു. അപ്പോൾ അതിനൊക്കെ തടയാൻ വേണ്ടി എങ്ങനെയൊക്കെ തടയാമെന്ന് എന്താണ് പറയുന്നുണ്ട് ഒരു സോയിൽ കോൺഫറൻസ്. ഈ സോയിൽ കോൺഫറൻസ് ഇപ്പോൾ നടക്കുന്നത് അത് ന്യൂഡൽഹിയിൽ 19th November 2024 നടക്കുന്നുണ്ട്, കണ്ടക്ട് ചെയ്യുന്നുണ്ട്. ഓക്കെ, അത് നമ്മുടെ സോയിൽ ഇറോഷൻസ് എങ്ങനെയാണ് വരുന്നത്, ഇതിനെ എങ്ങനെയൊക്കെ നമുക്ക് എന്താണ് തടയാൻ സാധിക്കും, അങ്ങനെ കുറച്ച് കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയാണ് ഈ ഗ്ലോബൽ സോയിൽ കോൺഫറൻസ് നമ്മൾ സംഘടിപ്പിക്കുന്നത്. ഓക്കെ, അതായത് നമ്മുടെ ഭൂമിയിലെ തന്നെ 30% ഓഫ് സോയിലുകൾ ഇപ്പോൾ എന്താണ് പൊല്യൂട്ട് ആയിക്കൊണ്ടിരിക്കുകയാണ് അല്ലെങ്കിൽ എന്താണ് നശിച്ചുകൊണ്ടിരിക്കുകയാണെന്നുള്ളൊരു ഡേറ്റ കിട്ടിയതിന്റെ ഭാഗമായിട്ടാണ് ഇത് ഈ ഗ്ലോബൽ സോയിൽ കോൺഫറൻസുകൾ നടക്കുന്നത്. അപ്പോൾ 3 കാര്യങ്ങൾ പഠിച്ചു. ഏതൊക്കെയാണ്? ഫസ്റ്റ് വൺ, ഡെഡിക്കേറ്റഡ് സെമി കണ്ടക്ടർ പോളിസി ആരാണ്? ഗുജറാത്താണ് കൊണ്ടുവന്ന്. അതുപോലെ വേൾഡ്സ് ഫസ്റ്റ് ഹൈ ആൾട്ടിറ്റ്യൂഡ് പാരാ സ്പോർട്സ് സെന്റർ എവിടെയാണ്? ലഡാക്കിൽ എന്താണ് ലോഞ്ച് ചെയ്തു. അതുപോലെ എന്താണ് ഒരു 4-day ഗ്ലോബൽ സോയിൽ കോൺഫറൻസ് എന്താണ് ന്യൂഡൽഹിയിൽ നടക്കുന്നുണ്ട്. നെക്സ്റ്റ് വൺ, ഫിസു വേൾഡ് യൂണിവേഴ്സിറ്റി ഷൂട്ടിംഗ്. ഓക്കെ, ഫിസു വേൾഡ് യൂണിവേഴ്സിറ്റി ഒരു ഫേമസ് ആയിട്ടുള്ള ചാമ്പ്യൻഷിപ്പാണ്, ഷൂട്ടിങ്ങിന് ഒരു ചാമ്പ്യൻഷിപ്പാണ്. ഇതെവിടെയാണ്? ഇതും ന്യൂഡൽഹിയിലാണ് നടന്നിട്ടുള്ളത്. ഇതിനകത്ത് ഇന്ത്യക്കാർക്ക് എന്താണ് എത്ര മെഡൽ കിട്ടിയെന്ന് ചോദിക്കാം. എത്രയാണ്? 24 മെഡൽസ് ആണിത് ഇന്ത്യക്ക് ലഭിച്ചത്. അതിനകത്ത് എത്ര ഗോൾഡ് കിട്ടിയെന്ന് ചോദിക്കാം. 9 ഗോൾഡും 9 സിൽവറും 6 ബ്രോൺസും. അതുപോലെ മൊത്തം എന്താണ്? മൊത്തം 24 മെഡലാണിത് ഈ ഫിസു വേൾഡ് യൂണിവേഴ്സിറ്റി ഷൂട്ടിങ്ങിൽ എന്താണ് ഇന്ത്യക്ക് ലഭിച്ചത്. ഇതിന്റെ മാസ്കോട്ട് എവിടെയാണെന്ന് വെച്ചാൽ അത് ട്രങ്ക്, ഇതേ കാണുന്ന ട്രങ്ക് എലിഫന്റ് ആണ് മാസ്കോട്ട്. ഇപ്പം ഫേമസ് ആയിട്ടുള്ള ഇവന്റുകളൊക്കെ എടുത്തു കഴിഞ്ഞാൽ അതിനകത്ത് മെജോറിറ്റി ചോദിക്കുന്ന ഒരു കാര്യമാണ് എന്താണ് മാസ്കോട്ട് ഏതാണ്, അല്ലെങ്കിൽ എന്താണ് എവിടെയാണ് ഇവന്റ് നടന്നത്, അല്ലെങ്കിൽ ഇന്ത്യക്ക് എത്ര ഗോൾഡ് മെഡലുകൾ കരസ്ഥമാക്കി, അതുപോലെ ഇന്ത്യ മൊത്തം എന്താണ് എത്ര മെഡലുകൾ കരസ്ഥമാക്കി. ഈ ചോദ്യങ്ങളൊക്കെ എന്താണ് ഫ്രീക്വന്റ് ആയിട്ട് ചോദിക്കുന്ന ചോദ്യങ്ങളാണ്. അപ്പോൾ ഇതൊക്കെ നിങ്ങൾ ഒന്ന് നോട്ട് ചെയ്ത് എന്താണ് വളരെ നല്ലതായിരിക്കും. ഓക്കെ, അപ്പോൾ ഫിസു വേൾഡ് ചാമ്പ്യൻഷിപ്പ് എവിടെയാണ്? ന്യൂഡൽഹിയിൽ ലോഞ്ച് ചെയ്തു. ഇന്ത്യത്താണ് 24 മെഡലുകൾ, 9 ഗോൾഡ് ഉണ്ടായിരുന്നു. അതുപോലെ ട്രങ്കി, ഈ എലിഫന്റിന്റെ പേരാണിത് ട്രങ്കി എന്ന് പറയുന്നത്. ഓക്കെ, ഈ കാര്യങ്ങൾ എന്താണ് ഒന്ന് നോട്ട് ചെയ്യുക. നെക്സ്റ്റ്, വേൾഡ് പിക്കിൾ ബോൾ ചാമ്പ്യൻഷിപ്പ്. ഓക്കെ, വേൾഡ് പിക്കിൾ ബോൾ ചാമ്പ്യൻഷിപ്പ് നടന്നത് വേൾഡ് പിക്കിൾ ബോൾ ചാമ്പ്യൻഷിപ്പ് നടന്നത് മുംബൈയിലാണ്. ഓക്കെ, മുംബൈ. അപ്പോൾ നമ്മൾ ഫിസു വേൾഡ് ഷൂട്ടിങ്ങിൽ നമുക്ക് 24 മെഡലുകളാണ് നമ്മൾ കരസ്ഥമാക്കിയത്. ഇവിടെ എന്താണ്? ഇവിടെ നമ്മൾ 28 മെഡലാണിത് മൊത്തം കരസ്ഥമാക്കിയിട്ടുള്ളത്. അത് 11 ഗോൾഡ് മെഡൽ ഉണ്ടായിരുന്നു. ഫിസുവിൽ എത്രയായിരുന്നു? ഫിസുവിൽ 9 ഗോൾഡ് മെഡലാണെങ്കിൽ ഇവിടെ എന്താണ്? ഇവിടെ നമുക്ക് 11 ഗോൾഡ് മെഡൽസ് നമ്മളിവിടെ കരസ്ഥമാക്കിയിട്ടുണ്ട്. ഇതിന്റെ അംബാസിഡർ ആരാന്ന് വെച്ചാൽ ഇതാണ് മന്ദിര ബേദി. ഓക്കെ, മന്ദിര ബേദിയാണ് ഇതിന്റെ അംബാസിഡർ എന്ന് പറയുന്നത്. അപ്പോൾ ഈ കാര്യങ്ങളൊന്ന് നോട്ട് ചെയ്യുക കേട്ടോ. ഓക്കെ, മന്ദിര ബേദിയാണ് ഇതിന്റെ അംബാസിഡർ. ഓക്കെ, നെക്സ്റ്റ് വൺ, മാഗ്നസ് കാൾസൺ won the Tata Steel Chess Blades title held in കൊൽക്കത്ത. ഓക്കെ, അതായത് മാഗ്നസ് കാൾസൺ നമുക്കറിയാം വേൾഡ് നമ്പർ 1 ചെസ് പ്ലെയർ ആണല്ലേ. എന്താണ് ഒരുപാട് ടൈറ്റിൽസ് സ്വന്തമാക്കുന്ന വ്യക്തിയാണ്. അപ്പം പുതിയതായിട്ട് നടന്ന എന്താണ് ടാറ്റ സ്റ്റീൽ ചെസ് ബ്ലേഡ്സ് ടൈറ്റിൽ ആരാണ് കൊണ്ടുപോയത്? അത് മാഗ്നസ് കാൾസൺ ആണ് കരസ്ഥമാക്കിയത്. സ്പോർട്സോട് ബന്ധപ്പെട്ട എന്താണ് ഇമ്പോർട്ടൻ്റ് ആയ ടൈറ്റിൽസ് ആണ് ചോദിക്കാൻ നല്ല ചാൻസ് ഉള്ളതാണ്. നെക്സ്റ്റ് വൺ ആണ് ഹർമൻപ്രീത് സിംഗ്. ഓക്കെ, ഹർമൻപ്രീത് സിംഗ് നമ്മുടെ ഇന്ത്യൻ ഹോക്കി പ്ലെയർ ആണ്. ഓക്കെ, നെയിംഡ് ആസ് എന്താണ്? നെയിംഡ് ആസ് ദ മെൻസ് പ്ലെയർ ഓഫ് ദ ഇയർ ബൈ FIH, അതായത് ഹോക്കി ഫെഡറേഷൻ ഓഫ് എന്താണ് ഇന്റർനാഷണൽ ഹോക്കി ഫെഡറേഷന്റെ എന്താണ് ദ ബെസ്റ്റ് മെൻസ് പ്ലെയർ ആയിട്ട് ഹർമൻപ്രീത് സിംഗിനെ എന്താണ് സെലക്ട് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അതുപോലെ ബെസ്റ്റ് ഫീമെയിൽ ആരാന്ന് വെച്ചാൽ അത് ഇബി ജാൻസൺ ആട്ടോ. ഇബി ജാൻസൺ. ഓക്കെ, ഇബി ജാൻസൺ. ഓക്കെ, ഇബി ജാൻസൺ ആണ് ഫീമെയിൽ പ്ലെയർ ഓഫ് ദ ഇയർ ബൈ FIH കരസ്ഥമാക്കിയുള്ളത്. ഇനി ബെസ്റ്റ് ഗോൾ കീപ്പർ ആരാന്ന് വെച്ചാൽ അത് നമ്മുടെ സ്വന്തം PR ശ്രീജേഷ് ആട്ടോ. PR ശ്രീജേഷ് ആണ് നമ്മുടെ ബെസ്റ്റ് ഗോൾ കീപ്പർ ആയിട്ട് എന്താണ് സെലക്ട് ചെയ്യപ്പെട്ടിട്ടുള്ളത്. അപ്പൊ 3 കാര്യങ്ങൾ ഓർത്ത് വെക്കുക. എന്താണ് മെൻസ് പ്ലെയർ ആണ് ഹർമൻപ്രീത് സിംഗ് ആണ്, ഫീമെയിൽ പ്ലെയർ ആണ് ഇബി ജാൻസൺ. ഓക്കെ, ഡച്ച് പ്ലെയർ ആയ ഇബി ജാൻസൺ ആണ്, ആൻഡ് ഗോൾ കീപ്പർ ആയിട്ട് സെലക്ട് ചെയ്തിട്ടുള്ള നമ്മൾ മലയാളിയായ PR ശ്രീജിഷിനെയാണ്. ഓക്കെ, അതുപോലെ മാഗ്നസ് കാൾസൺ എന്താണ് ടാറ്റ സ്റ്റീൽ ചെസ് ബിറ്റ്സ് ടൈറ്റിൽ കരസ്ഥമാക്കിയിട്ടുണ്ട് കേട്ടോ. ഓക്കെ, 2 കാര്യങ്ങൾ പഠിച്ചു.
Okay, next one ആണ് the 31st Asia Pacific Economic Cooperation is being held in Lima, Peru. അതായത് 31ാമത്തെ ഏഷ്യ പസഫിക് ഏഷ്യ പസഫിക് എക്കണോമിക് കോർപ്പറേഷൻ എവിടെയാണ് നടന്നത്? അത് എന്താണ്? പെറുവിലെ ലിമയിലാണ് ഈ ഒരു കോൺഫറൻസ് അല്ലെങ്കിൽ കോർപ്പറേഷൻ നടന്നത്. ഓക്കെ, ചോദിക്കാറുണ്ട് ഇന്റർനാഷണൽ ആയിട്ടുള്ള എന്താണ് സെക്ഷൻസ് ആയതുകൊണ്ട് എന്താണ് മെയിൻലി കറണ്ട് അഫയേഴ്സിലൊക്കെ കാണാറുള്ളതാണ്. നെക്സ്റ്റ് ആണ് ഫസ്റ്റ് എഡിഷൻ ഓഫ് കോക്കോ വേൾഡ് കപ്പ്. ഓക്കെ, കോക്കോ വേൾഡ് കപ്പ് ആദ്യമായിട്ടാണ് നമ്മുടെ വേൾഡ് കപ്പ് കോക്കോയിൽ എന്താണ് ഒരു വേൾഡ് കപ്പ് നടക്കാൻ പോകുന്നത്. അപ്പോൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു ഫാക്ട് ആണ്. അപ്പോൾ കോക്കോ വേൾഡ് കപ്പ് ആദ്യമായിട്ട് നടക്കാൻ പോകുന്നതാണ് ന്യൂഡൽഹിയിലെ ഇന്ദിരാഗാന്ധി സ്റ്റേഡിയത്തിൽ. അവിടെയാണ് ന്യൂഡൽഹിയിലെ ഇന്ദിരാഗാന്ധി സ്റ്റേഡിയത്തിലാണ് ഫസ്റ്റ് എഡിഷൻ ഓഫ് കോക്കോ വേൾഡ് കപ്പ് കണ്ടക്ട് ചെയ്യാൻ പോകുന്നത് കേട്ടോ. അപ്പോൾ രണ്ട് കാര്യം പഠിച്ചു. ഇതാണ് ഫസ്റ്റ് ഏഷ്യ പസഫിക് എക്കണോമിക് കോർപ്പറേഷൻ നടന്നത് എന്താണ് പെറുവിലെ ലിമയിലാണ്. അതുപോലെ എന്താണ് ഫസ്റ്റ് എഡിഷൻ ഓഫ് കോക്കോ വേൾഡ് കപ്പ് നടക്കാൻ പോകുന്നത് ഇന്ദിരാഗാന്ധി സ്റ്റേഡിയം എന്താണ് ന്യൂഡൽഹിയിലാണ്. ഓക്കെ, next one, the 4th National Fin Swimming Championship 2024 was organized at Shyama Prasad Mukherjee Swimming Pool Complex, New Delhi. Okay, ഈ 4th National Fin Swimming Championship ഏത് ടീമാണ് വോൺ ചെയ്തതെന്ന് ചോദിക്കാൻ സാധ്യതയുണ്ട്. ഓക്കെ, വോൺ ചെയ്ത് വെസ്റ്റ് ബംഗാൾ ആട്ടോ. വെസ്റ്റ് ബംഗാൾ. ഓക്കെ, വെസ്റ്റ് ബംഗാൾ ആണെന്ത് ഈ ഒരു ഫിൻ നാഷണൽ സ്വിമ്മിങ് വോൺ ചെയ്ത് കേട്ടോ, വെസ്റ്റ് ബംഗാൾ. അപ്പൊ എവിടെയാണ് കണ്ടക്ട് ചെയ്യുന്നത് വെച്ചാൽ എവിടെയാണ്? അത് ന്യൂഡൽഹിയിലാണ് കണ്ടക്ട് ചെയ്ത്. ഇനി ഏത് ടീമാണ് വോൺ ചെയ്യുന്നത് വെച്ചാൽ അത് വെസ്റ്റ് ബംഗാൾ ആണെന്ത് ഈ ഒരു എന്താണ് ചാമ്പ്യൻഷിപ്പ് വോൺ ചെയ്ത്. Next one, Odisha won the 14th Senior National Hockey Championship held at Chennai. Okay, 14ാമത്തെ സീനിയർ നാഷണൽ ഹോക്കി ചാമ്പ്യൻഷിപ്പ് നടന്ന എവിടെയാണ്? അത് ചെന്നൈയിലാണ് നടന്നത്. അതുപോലെ ഏത് ടീമാണ് വോൺ ചെയ്ത്? ടീം വോൺ ചെയ്ത് ഒഡീഷയാണ്. ഓക്കെ, ഇതാണ് ഒഡീഷ ടീം. ഓക്കെ, ഒഡീഷ ടീം വോൺ ദ 14th സീനിയർ നാഷണൽ ഹോക്കി ചാമ്പ്യൻഷിപ്പ് ഹെൽഡ് അറ്റ് ചെന്നൈ എന്ന് പറയുന്നു. ഓക്കെ, അവർ രണ്ടായാലും പഠിച്ചു. ഫിൻ നാഷണൽ സ്വിമ്മിംഗ് നടന്ന എവിടെയാണ്? അത് ന്യൂഡൽഹിയിലാണ്. വെസ്റ്റ് ബംഗാൾ വിജയായി. അതുപോലെ 14th നാഷണൽ ഹോക്കി എന്താണ് ചെന്നൈയിൽ നടന്നു. അവിടെ ഒഡീഷ എന്താണ് വിജയായി. Next one, Pankaj Advani won his 28th world title at the IBSF World Billiards Championship in Doha, Qatar. അപ്പം ഈ IBSF World Billiards Championship നടന്ന എവിടെയാണ്? അത് ഖത്തർ, ദോഹയിലെ ഖത്തറിലാണ് നടന്നത്. ഓക്കെ, ഒരു ഫാക്ട് ആയി. അതുപോലെ ആരാണ് വോൺ ചെയ്തത്? നമ്മുടെ പങ്കജ് അദ്വാനിയാണ് ഈ ഒരു ചാമ്പ്യൻഷിപ്പ് വോൺ ചെയ്തത്. ഓക്കെ, നെക്സ്റ്റ് വൺ നമ്മൾ IPL അല്ലെ, IPL ലേലങ്ങളൊക്കെ ഈ ഇടയ്ക്ക് നടന്നിട്ടുണ്ടായിരുന്നു. അതിനകത്ത് എന്താണ് ഏറ്റവും താരമൂല്യമുള്ള എന്താണ് ഇന്ത്യൻ പ്ലെയർ ആയിട്ട് മാറി നമ്മുടെ ഋഷഭ് പന്ത് അല്ലെ. ഋഷഭ് പന്ത് became the most expensive player in the IPL auction. ഓക്കെ, 27 കോടിയാണെന്ത് IPL ഋഷഭ് പന്തിന് എന്താണ് ലേലം കിട്ടിയത്. ലക്നൗ സൂപ്പർ ജയൻസ് ആണെന്ത് ലക്നൗ സൂപ്പർ ജയൻസ് ആണെന്ത് 27 കോടി കൊടുത്ത് ഋഷഭ് പന്തിനെ സ്വന്തമാക്കിയിട്ടുള്ളത് കേട്ടോ. ഓക്കെ, ഋഷഭ് പന്ത് 27 കോടി കൊടുത്ത് എന്താണ് ഋഷഭ് പന്ത് സ്വന്തമാക്കിയിട്ടുള്ളത്. ലക്നൗ സൂപ്പർ ജയൻസ് ആണ്, അതും ചോദിക്കാം. അതുപോലെ ഏറ്റവും മോസ്റ്റ് എക്സ്പെൻസീവ് പ്ലെയർ ആണ് ഋഷഭ് പന്ത്. സെക്കൻഡ് വരുന്നത് ശ്രേയസ് അയ്യർ ആണ് കേട്ടോ. 26.5 കോടിയാണ് സെക്കൻഡ്. ശ്രേയസ് അയ്യർ ആണെന്ത് ഏറ്റവും കൂടുതൽ വിലമതിപ്പുള്ള ഇന്ത്യൻ താരം എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ഫോറിൻ പ്ലേയേഴ്സ് എടുക്കുകയാണെങ്കിൽ നമ്മുടെ മിച്ചൽ സ്റ്റാർക്കാണ്. കഴിഞ്ഞ ലേലത്തിൽ മിച്ചൽ സ്റ്റാർക്കാണ് ഏറ്റവും കൂടുതൽ എന്താണ് താരമൂല്യമുള്ള അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ എന്താണ് പണം മുടക്കിയെടുത്ത ഒരു ഫോറിൻ പ്ലെയർ എന്ന് പറയുന്നത് മിച്ചൽ സ്റ്റാർക്കാണ്. ഓക്കെ, ഇപ്പോൾ രണ്ട് കാര്യങ്ങൾ പഠിച്ചു. പങ്കജ് അദ്വാനി ഇതാണ് IBS വേൾഡ് ചാമ്പ്യൻഷിപ്പ് ബില്ലിയാർഡ് ചാമ്പ്യൻഷിപ്പ് കൊണ്ടുപോയി. അതുപോലെ ഋഷഭ് പന്ത് എന്ന IPL മോസ്റ്റ് എക്സ്പെൻസീവ് പ്ലെയർ ആയിട്ട് മാറുകയും ചെയ്തു. നെക്സ്റ്റ് വൺ, സാഫ് വുമൺ ചാമ്പ്യൻഷിപ്പ് 2024. ഓക്കെ, സാഫ് അതായത് ഫുട്ബോൾ ചാമ്പ്യൻഷിപ്പ് ആണ്. ബംഗ്ലാദേശ് ഡിഫീറ്റഡ് നേപ്പാൾ. ഓക്കെ, ബംഗ്ലാദേശ് എന്താണ് നേപ്പാളിനെ ഡിഫീറ്റ് ചെയ്തത്. നേപ്പാളിൽ നടന്ന കേട്ടോ സാഫ് വുമൺസ് ചാമ്പ്യൻഷിപ്പ് എല്ലാ വർഷവും നടക്കുന്നതാണ്. അപ്പോൾ 2024 എന്താണ് സാഫ് വുമൺസ് ചാമ്പ്യൻഷിപ്പ് എവിടെ നടന്നത്? അത് നേപ്പാളിലാണ് കണ്ടക്ട് ചെയ്തത്. അതിനകത്ത് ബംഗ്ലാദേശ് ഓക്കെ ബംഗ്ലാദേശ് എന്താണ് നേപ്പാളിനെ ബീറ്റ് ചെയ്തിരുന്ന അവരുടെ രണ്ടാമത്തെ സാഫ് വുമൺസ് ചാമ്പ്യൻഷിപ്പ് അവർ കരസ്ഥമാക്കിയിട്ടുണ്ട്. ഇമ്പോർട്ടൻ്റ് ആണ് ഈ ഫുട്ബോൾ അല്ലെങ്കിൽ ക്രിക്കറ്റുമായിട്ട് ബന്ധപ്പെട്ട ട്രോഫീസ് ചാമ്പ്യൻഷിപ്സുകളൊക്കെ എന്താണ് ആരാണ് ജയിച്ചത്, ആരാണ് വിജയമായതെന്നൊക്കെ അല്ലെങ്കിൽ എവിടെയാണ് നടന്നതെന്നൊക്കെ എന്താണ് എപ്പോഴും ചോദിക്കുന്ന ഒരു കാര്യമാണ്. ഓക്കെ, അത് മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കറണ്ട് അഫയേഴ്സിൽ വരുന്നൊരു ഫാക്ടറുകളാണ് അതൊക്കെ. അപ്പോൾ എന്താണ് നിങ്ങൾ നിർബന്ധമായിട്ടും പഠിക്കുക. ഓക്കെ, ബംഗ്ലാദേശ് എന്താണ് 2024 സാഫ് വുമൺസ് ചാമ്പ്യൻഷിപ്പ് എന്താണ് വിജയിയായി. അതുപോലെ എവിടെയാണ് നടന്നത്? ഇത് നേപ്പാളിലാണ് നടന്നത്. ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക. നെക്സ്റ്റ്, ജാനിക് സിനർ. അതെ, നമ്മൾ ടെന്നീസ് എടുക്കുകയാണെങ്കിൽ കേൾക്കുന്ന റീസെന്റ് ആയിട്ട് കേട്ട് വരുന്ന ഒരു ഫേമസ് നെയിമാണിത്. ഇറ്റാലിയൻ പ്ലെയറായ ജാനിക് സിനർ എന്ന് പറയുന്നത്. അപ്പോൾ ജാനിക് സിനർ എന്താണ് ഹാസ് വോൺ ഹിസ് ഫസ്റ്റ് ATP ഫൈനൽസ് ടൈറ്റിൽ ഇൻ ഇറ്റലിയിൽ. ഓക്കെ, ഇറ്റലിയിൽ വെച്ച് നടന്ന എന്താണ് ATP ഫൈനൽസ് എന്താണ് അദ്ദേഹം കരസ്ഥമാക്കിയത്. അതുപോലെ ഡേവിസ് കപ്പ് ചോദിക്കും. ഡേവിസ് കപ്പ് ഏത് എന്താണ് സ്പോർട്സുമായിട്ട് റിലേറ്റഡ് ആണ് ഡേവിസ് കപ്പ്. ടെന്നീസുമായിട്ട് റിലേറ്റഡ് ആണ് ഡേവിസ് കപ്പ് എന്ന് പറയുന്നത്. അപ്പം ജാനിക് സിനർ ലീഡ് ചെയ്ത ടീം എന്താണ് 2024 ഡേവിസ് കപ്പ് കൊണ്ടുപോയി. ഓക്കെ, അത് ഡിഫീറ്റ് നെതർലൻഡ്സിനെ ബീറ്റ് ആണ് എന്താ ഇവർ ഈ ഡേവിസ് കപ്പ് കരസ്ഥമാക്കി. അപ്പൊ രണ്ട് കാര്യങ്ങൾ പഠിച്ചു അല്ലേ. ഒന്ന് എന്താണ് ജാനിക് സിനർ ATP ഫൈനൽസ് കൊണ്ടുപോയ ആരാണ് അല്ലെങ്കിൽ ആരാണ് കരസ്ഥമാക്കിയ വെച്ചാലാണ് അത് ജാനിക് സിനർ ആണ്. അതുപോലെ ഡേവിസ് കപ്പ് കരസ്ഥമാക്കിയ അതും ഇറ്റാലിയൻ ടീമാണ് ഡേവിസ് കപ്പ് വോൺ ചെയ്തത്. ഓക്കെ, രണ്ട് ഫാക്ട്സ് നമ്മൾ പഠിച്ചു.
നെക്സ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ബുക്കുകൾ. ഓക്കെ, ഞാൻ പറഞ്ഞിട്ടുണ്ട് നമ്മൾ കറണ്ട് അഫയേഴ്സ് ഇപ്പോൾ ബുക്സ് ആൻഡ് അവേഴ്സ് എടുക്കുകയാണെങ്കിൽ പണ്ട് തൊട്ടേ ഉള്ള ഒരു ഫാക്ട്, അതായത് പണ്ട് തൊട്ടേ ഉള്ള ഫേമസ് ആയിട്ടുള്ള ഓതേഴ്സിന്റെ ബുക്സ് വെക്കാറുണ്ട്. അത് മാത്രമല്ല ഓരോ ഇമ്പോർട്ടൻ്റ് ആയിട്ട് എന്താണ് ആ വർഷം ലോഞ്ച് ചെയ്യുന്ന ബുക്കുകൾ എന്താണ് ഇടയ്ക്ക് കറണ്ട് അഫയേഴ്സുമായിട്ട് ബന്ധപ്പെട്ടെന്താണ് ചോദിക്കാറുണ്ട്. അപ്പോൾ അതുമായിട്ട് നമ്മുടെ നവംബർ മാസത്തിലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു 3 ബുക്കുകളാണ്. ഏതൊക്കെയാണെന്ന് വെച്ചാൽ ഫസ്റ്റ് വൈ ഭാരത് മാറ്റേഴ്സ്. ഓക്കെ, വൈ ഭാരത് മാറ്റേഴ്സ്. ഇത് ഫേമസ് ആയിട്ടുള്ള നമ്മുടെ എന്താണ് എക്സ്റ്റേണൽ അഫയേഴ്സ് മിനിസ്റ്റർ ആയ എസ് ജയശങ്കർ. ഓക്കെ, മിനിസ്റ്റർ ഓഫ് എക്സ്റ്റേണൽ അഫയേഴ്സ് ആയ മിനിസ്റ്റർ ഓഫ് എക്സ്റ്റേണൽ അഫയേഴ്സ് എസ് ജയശങ്കർ ആണ് ഈ വൈ ഭാരത് മാറ്റേഴ്സ് എന്നുള്ള ബുക്ക് എഴുതിയിട്ടുള്ളത്. അതുപോലെ സാക്ഷി മാലിക്. ആരാണ് സാക്ഷി മാലിക്? ഓക്കെ, സാക്ഷി മാലിക് വെച്ചാൽ ദ ഫസ്റ്റ് ഇന്ത്യൻ വുമൺ. ഓക്കെ, ഫസ്റ്റ് ഇന്ത്യൻ വുമൺ wrestler. Okay, wrestler to win Olympic medal. To win Olympic medal ആണത് സാക്ഷി മാലിക് എന്ന് പറയുന്നത്. ഓക്കെ, ഏത് വർഷമാണ്? 2016. ഓക്കെ, 2016 ഒളിമ്പിക്സിലാണത് സാക്ഷി മാലിക് നേരിട്ടും കരസ്ഥമാക്കി. ഓക്കെ, ബ്രോൺസ് മെഡലാണ് കരസ്ഥമാക്കിയ ബ്രോൺസ് മെഡൽ. ഓക്കെ, ബ്രോൺസ് മെഡലാണത് സാക്ഷി മാലിക് കരസ്ഥമാക്കിയത്. ഇപ്പൊ ഇങ്ങനെ ചോദിക്കാം, അതായത് ഫസ്റ്റ് ഇന്ത്യൻ വുമൺ റെസ്ലർ ടു വിൻ എന്താണ് ഗോൾഡ്, സോറി, ഒരു ഒളിമ്പിക് മെഡൽ കരസ്ഥമാക്കിയ ആദ്യത്തെ ഇന്ത്യൻ വനിത എന്ന് വെച്ചാൽ സാക്ഷി മാലിക്കാണ്. സാക്ഷി മാലിക്കിന്റെ പുതിയ ബുക്കാണെന്ത് വിറ്റ്നസ് എന്ന് പറയുന്നത്. ഓക്കെ, സാക്ഷി മാലിക് വിറ്റ്നസ്. ഓക്കെ, ഒരോട്ടിയ ചോദിക്കാം. അതുപോലെ രാമേന്ദ്ര ഗുഹ, ഫേമസ് ആയിട്ടുള്ള ഓതാണ് രാമേന്ദ്ര ഗുഹ. നിങ്ങൾ പണ്ടോട്ടെ പഠിക്കാം. നമ്മുടെ ഇന്ത്യ ആഫ്റ്റർ ഗാന്ധി, ഗാന്ധി ബിഫോർ ഇന്ത്യ, അതുപോലെ ഇന്ത്യൻ പാട്രിയോട്സ് ആൻഡ് പാർട്ടിസൻസ്. ഓക്കെ, അതുപോലെയുള്ള ബുക്കുകളൊക്കെ എഴുതിയൊരു എന്താണ് ഫേമസ് ആയിട്ടുള്ള ആളാണ് രാമേന്ദ്ര ഗുഹ എന്ന് പറയുന്നത്. അദ്ദേഹത്തിന്റെ റീസെന്റ് ആയിട്ടുള്ള പുതിയ ലോഞ്ചിങ് ബുക്കാണ് സ്പീക്കിംഗ് വിത്ത് നേച്ചർ എന്ന് പറയുന്നത് കേട്ടോ. സ്പീക്കിംഗ് വിത്ത് നേച്ചർ. ഓക്കെ, അറിയപ്പെടുന്നത് ദ ഫസ്റ്റ് സബ്സ്റ്റാൻഷ്യൽ സ്റ്റഡി ഓഫ് എൻവയോൺമെന്റലിസം എന്ന് പറയുന്ന ഏഷ്യയിലെ ആദ്യത്തെ വൺ ഓഫ് ദ വേൾഡ്സ് ലീഡിംഗ് ഹിസ്റ്റോറിയൻസിന്റെ ബുക്കാണ് രാമേന്ദ്ര ഗുഹ എഴുതിയ സ്പീക്കിംഗ് വിത്ത് നേച്ചർ എന്ന് പറയുന്നത്. അപ്പോൾ 3 ബുക്കുകൾ പഠിച്ചു അല്ലേ. ഒന്നെന്താണ് നമ്മുടെ എക്സ്റ്റേണൽ അഫയേഴ്സ് മിനിസ്റ്റർ ആയ എസ് ജയശങ്കർ എഴുതിയ വൈ ഭാരത് മാറ്റേഴ്സ്, അതുപോലെ സാക്ഷി മാലിക്കിന്റെ എന്താണ് വിറ്റ്നസ് എന്ന് പറയുന്ന ബുക്ക്, അതുപോലെ എന്താണ് ലാസ്റ്റ് വൺ നമ്മൾ പഠിച്ചു സ്പീക്കിംഗ് വിത്ത് നേച്ചറിന്റെ രാമേന്ദ്ര ഗുഹ എന്ന് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് ക്ലൈമറ്റ് ചേഞ്ച് പെർഫോമൻസ് ഇൻഡെക്സ് അല്ലേ. നമ്മുടെ ഇന്ത്യയിൽ ഞാൻ പറഞ്ഞു നമ്മൾ നേരത്തെ കുറച്ച് എന്താണ് ഗ്ലോബൽ ഇന്നോവേഷൻ്റെ ഒക്കെ എന്താണ് നമ്മൾ പഠിച്ചായിരുന്നു. അതുപോലെ എന്താണ് CCPI എന്താണ് ക്ലൈമറ്റ് ചേഞ്ച് പെർഫോമൻസ് ഇൻഡെക്സിൽ. അപ്പോൾ ഇതിനകത്ത് ഞാൻ പറഞ്ഞു ഓൾറെഡി ചോദിക്കുന്ന ഇൻഡെക്സുകൾ ചോദിക്കുന്നത് ഒന്നെങ്കിൽ ഇന്ത്യയുടെ റാങ്ക് എത്രാമതാണ്, അല്ലെങ്കിൽ ഇതിനകത്ത് ടോപ്പ് വന്ന രാജ്യങ്ങൾ ഏതാണ്. ഈ 2 കാര്യങ്ങളാണ് ഇത് ഫ്രീക്വൻലി ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ CCPI എടുത്തു കഴിഞ്ഞാൽ ക്ലൈമറ്റ് ചേഞ്ച് പെർഫോമൻസ് ഇൻഡെക്സിൽ ഇന്ത്യ റാങ്ക് എത്രയാണ്? ഇന്ത്യയുടെ റാങ്ക് 10ാമതാണ്. ഓക്കെ, ക്ലൈമറ്റ് ചേഞ്ച് പെർഫോമൻസ് ഇൻഡെക്സിൽ ഇന്ത്യയുടെ റാങ്ക് 10ാമതായിട്ട് വന്നിട്ടുള്ളത്. ഇതിന്റെ ടോപ്പ് വന്ന രാജ്യങ്ങളാണെന്ന് വെച്ചാൽ ശരിക്കും ഇതിന്റെ ടോപ്പ് 1, 2, 3 ഓക്കെ 1, 2, 3 പൊസിഷൻസ് എന്താണ് അൺഫിൽഡ് ആണ്. ഇതുവരെ എന്താണ് ഫില്ല് ചെയ്തിട്ടില്ല. കാരണം വെച്ചാൽ ആ ഒരു ബെഞ്ച് മാർക്ക് എന്താണ് ആരും റീച്ച് ചെയ്തിട്ടില്ല. പക്ഷെ ഇതിന്റെ ടോപ്പ് എന്ന് പറയാൻ നമുക്ക് വേണമെങ്കിൽ ഫോർത്ത് ആയിട്ടുള്ള ഡെൻമാർക്കിന് വേണമെങ്കിൽ നമുക്ക് എന്ത് ഇത് പറയാൻ സാധിക്കും. ഓക്കെ, ഫോർത്ത് ആയിട്ടുള്ള ഡെൻമാർക്ക്. ഓക്കെ, ഡെൻമാർക്ക് ഫോർത്ത് പൊസിഷൻ ആയ ഡെൻമാർക്ക് ആണ് ഈ ഒരു CCPI എന്താണ് ക്ലൈമറ്റ് ചേഞ്ച് ഇൻഡെക്സിൽ എന്താണ് ടോപ്പ് റാങ്ക് കരസ്ഥമാക്കിയെന്ന് വേണമെങ്കിൽ നമുക്ക് പറയാൻ പറ്റും. കാരണം ഫസ്റ്റ് 3 എന്താണ് പ്ലേസും എംറ്റി ആയിട്ട്, കാരണം ഒരു ക്രൈറ്റീരിയ മീറ്റ് ചെയ്തിട്ടില്ല. അതുകൊണ്ടാണ് ഫസ്റ്റ് 4th സ്ഥാനം ഡെൻമാർക്കിന് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഇന്ത്യ റാങ്ക് എത്രയാണ്? ഇന്ത്യ റാങ്ക് 10th ആണല്ലേ, നല്ലൊരു പൊസിഷൻ അല്ലേ. 10th റാങ്ക് ആണത് ഇന്ത്യ കരസ്ഥമാക്കി. അതുപോലെ തന്നെയാണത് India has ranked 23rd position. Okay, 23rd position globally in the Sustainable Business Index. Okay, Sustainable Business Index ലാണ് 23ാമത്തെ പൊസിഷൻ കരസ്ഥമാക്കിയിട്ടുണ്ട്. ഇതിനകത്ത് 1ാം സ്ഥാനം കരസ്ഥമാക്കിയിട്ടുള്ളത് ന്യൂസിലൻഡ് ആട്ടോ. ന്യൂസിലൻഡ്. ഓക്കെ, ന്യൂസിലൻഡ് ആണത് ഈ ഒരു ഇൻഡെക്സിൽ 1ാം സ്ഥാനം കരസ്ഥമാക്കിയിട്ടുള്ളത്. അപ്പോൾ ഏതാണ് സസ്റ്റൈനബിൾ ബിസിനസ് ഇൻഡെക്സ് 2024 1ാം സ്ഥാനം കരസ്ഥമാക്കിയിട്ടുള്ളത് ന്യൂസിലൻഡ് ആണ്. അതുപോലെ ക്ലൈമറ്റ് ചേഞ്ച് പെർഫോമൻസ് ഇൻഡെക്സിൽ 10ാം സ്ഥാനമാണ് എന്താണ് നമ്മുടെ ഇന്ത്യ കരസ്ഥമാക്കിയിട്ടുള്ളത്. ഓക്കെ, ഇതിനകത്ത് എന്താണ് നമ്മുടെ സസ്റ്റൈനബിൾ ബിസിനസ് ഇൻഡെക്സിൽ 1ാമത് വന്നിരിക്കുന്നത് ന്യൂസിലൻഡ് ആണ്. അതുപോലെ ക്ലൈമറ്റ് ചേഞ്ച് പെർഫോമൻസ് ഇൻഡെക്സിൽ ടോപ്പ് വന്നിരിക്കുന്നത് ഡെൻമാർക്ക് ആണ്. ഡെൻമാർക്ക്. ഓക്കെ, നെക്സ്റ്റ് പോയിന്റിലേക്ക് പോകാം. നെക്സ്റ്റ് നെറ്റ്വർക്ക് റെഡിനെസ് ഇൻഡെക്സ് 2024. ഓക്കെ, നെറ്റ്വർക്ക് റെഡിനെസ് ഇൻഡെക്സ് 2024. ഓക്കെ, 2023 എന്താണ് ഈ ഇൻഡെക്സിൽ ഇന്ത്യ റാങ്ക് 60ാമതായിരുന്നു. പക്ഷേ 2024 എത്തിയപ്പോഴേക്കും എന്താണ് നമ്മൾ 49ാമത്തെ റാങ്കിലേക്ക് ഇംപ്രൂവ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇന്ത്യ ഹാസ് റാങ്ക്ഡ് 49th ഇൻ ദ നെറ്റ്വർക്ക് റെഡിനെസ് ഇൻഡെക്സ് 2024. ഓക്കെ, നെറ്റ്വർക്ക് റെഡിനെസ് ഇൻഡെക്സിൽ എന്താണ് 49ാമത്തെ റാങ്ക് ലഭിച്ചിട്ടുണ്ട്. അതുപോലെ ഈ ഒരു റാങ്കിങ്ങിൽ ഈ ഒരു ഇൻഡെക്സ് എന്താണ് ടോപ്പ് ലഭിച്ച ആർക്കാന്ന് വെച്ചാൽ അത് USA ആണ്. USA. ഓക്കെ, USA ആണെന്ത് ഈ റെഡിനെസ് ഇൻഡെക്സിൽ ടോപ്പ് റാങ്ക് ആയിട്ടുള്ള. നെക്സ്റ്റ് വൺ എന്താണ് ഇന്ത്യ ഹാസ് റാങ്ക്ഡ് 72nd പൊസിഷൻ ദ ഗ്ലോബൽ AI റെഡിനെസ് ഇൻഡെക്സിൽ. ഓക്കെ, ഗ്ലോബൽ AI റെഡിനെസ് ഇൻഡെക്സിൽ ഇന്ത്യക്ക് 72ാം സ്ഥാനമാണ് കിട്ടുള്ളത്. അപ്പോൾ നമ്മൾ റെഡിനെസ് ഇൻഡെക്സ് ഇവിടെ നോക്കി നെറ്റ്വർക്ക് റെഡിനെസ് ഇൻഡെക്സ് ആണിത്. ഇതിൽ 49ാം സ്ഥാനം. അതുപോലെ എന്താണ് ഗ്ലോബൽ AI റെഡിനെസ് ഇൻഡെക്സിൽ എന്താണ് 72ാം പൊസിഷൻ എന്താണ് ഇന്ത്യ അക്യുറേറ്റ് ഉണ്ട്.
നെക്സ്റ്റ് ഇന്ത്യ റാങ്ക്ഡ് 83rd ഇൻ ദ ഹെൻലി പാസ്പോർട്ട് ഇൻഡെക്സ്. ഓക്കെ, എനിക്ക് തോന്നുന്നു ഏറ്റവും കൂടുതൽ ഇൻഡെക്സുകൾ ഏറ്റവും വൺ ഓഫ് ദ മോസ്റ്റ് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഇൻഡെക്സ് ആണ് ദ ഹെൻലി പാസ്പോർട്ട് ഇൻഡെക്സ് എന്ന് പറയുന്നത്. ഓക്കെ, അതായത് ഇന്ത്യ എന്താണ് എല്ലാ വർഷവും എനിക്ക് തോന്നുന്നു മിക്ക എക്സാംസിനും എന്താണ് ഈ ഹെൻലി പാസ്പോർട്ട് ഇൻഡെക്സ് ഇന്ത്യൻ റാങ്ക് അല്ലെങ്കിൽ ടോപ്പ് ആയ റാങ്കുകൾ എന്താണ് ചോദിക്കാറുണ്ട്. ഈ ഹെൻലി പാസ്പോർട്ട് ഇൻഡെക്സ് 2024 ഇന്ത്യ റാങ്ക് എന്ന് വെച്ചാൽ 83ാം സ്ഥാനമാണ് കേട്ടോ. എത്രയാണ്? 83ാമത്തെ സ്ഥാനമാണ്. അതുപോലെ സിംഗപ്പൂർ ആണ് എന്ത് ഈ ഇൻഡെക്സിൽ ടോപ്പ് ആയിട്ടുള്ള കേട്ടോ. സിംഗപ്പൂർ ടോപ്പ് ഇൻ ദ ഇൻഡെക്സ്. ഇനി അതുപോലെ ഒരു ഇമ്പോർട്ടൻ്റ് ആണ് നെക്സ്റ്റ് ആണ് വേൾഡ് ഇന്റലക്ച്വൽ പ്രോപ്പർട്ടി ഇൻഡിക്കേറ്റേഴ്സ് റിപ്പോർട്ട്. ഓക്കെ, അതിനകത്ത് ഇന്ത്യ റാങ്ക്ഡ് 6th. ഓക്കെ, 6ാം സ്ഥാനമാണത് ഇന്ത്യക്ക് കരസ്ഥമാക്കിയിട്ടുള്ളത് കേട്ടോ. ഇന്ത്യ റാങ്ക്ഡ് 6th. അപ്പോൾ നമ്മൾ ഒരുപാട് ഇതാണ് ഇൻഡിക്കേറ്റേഴ്സ് പഠിച്ചു. ഇപ്പോൾ ഇൻഡെക്സുകൾ ഓക്കെ ഒരു 5-6 ഇൻഡിക്കേറ്റേഴ്സ് പഠിച്ചിട്ടുണ്ട്. ഇതെല്ലാം ഇമ്പോർട്ടൻ്റ് ആണ്. എല്ലാം എന്താണ് ഫ്രീക്വന്റ്ലി എന്താണ് എക്സാംസിന് നമ്മൾ കാണാറുള്ളതാണ്. Next, Ministry of Youth Affairs and Sports has replaced Dhyan Chand Award for Lifetime Achievement with Arjuna Award. Okay, നമ്മൾ ധ്യാൻ ചന്ദ് ലൈഫ് ടൈം അച്ചീവ്മെന്റ് അവാർഡ്സ് നമ്മുടെ റീസെന്റ് ആയിട്ട് നമ്മുടെ നമ്മുടെ ചിരാഗ് ഷെട്ടിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു അവാർഡ് എന്താണ് റീപ്ലേസ് ചെയ്ത് ഇപ്പൊ എന്താണ് അർജുന അവാർഡ്സ് ആക്കിയിട്ടുണ്ട്. റീസെന്റ് ആയിട്ട് 2023-26 പേർക്കാണ് അർജുന അവാർഡ്സ് ലഭിച്ചിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു അവാർഡിന്റെ പേരെന്താണ് ഇത് മാറ്റിയിട്ട് ഇപ്പൊ നിലവിൽ എന്താണ് അർജുന അവാർഡിന് റീപ്ലേസ് ചെയ്തിട്ടുണ്ട്. അതുപോലെ COP29. ഓക്കെ, COP29 ഹാസ് COP29 ഇന്റർനാഷണൽ ക്ലൈമറ്റ് കോൺഫറൻസ് എവിടെയാണ് നടന്നത്? അസർബൈജാനിലെ ബാക്കുവിലാണെന്ത് COP29 ക്ലൈമറ്റ് കോൺഫറൻസ് നടന്നിട്ടുള്ളത് കേട്ടോ. ഓക്കെ, ബാക്കു അസർബൈജാനിലെ ബാക്കുവിലാണെന്ത് ഈ COP29 ക്ലൈമറ്റ് കോൺഫറൻസ് നടന്നിട്ടുള്ളത്. ഒന്ന് ജസ്റ്റ് നോട്ട് ചെയ്ത് വെക്കുക, ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, ബാക്കു അസർബൈജാൻ. അതുപോലെ ലാസ്റ്റ് വൺ ആണ് ഇന്ത്യ ഹാസ് റാങ്ക്ഡ് 79th ഇൻ ദ റൂൾ ഓഫ് ലോ ഇൻഡെക്സ്. ഓക്കെ, റൂൾ ഓഫ് ഇൻഡെക്സിൽ ഇന്ത്യ റാങ്ക് എത്രയാണ്? ഇന്ത്യ റാങ്ക് 79 ആണ്. ഓക്കെ, ഒരുപാട് ഇൻഡെക്സിലുണ്ട്. ഇതിനകത്ത് എല്ലാം എന്താണ് ഇന്ത്യ റാങ്കിൽ നിങ്ങൾ മസ്റ്റ് ആയിട്ട് പഠിച്ചു വെക്കുക കേട്ടോ. ഓക്കെ, അപ്പം 3 കാര്യങ്ങൾ പഠിച്ചു. അതായത് ധ്യാൻ ചന്ദ് അവാർഡ് എന്താണ് നമ്മൾ അർജുന അവാർഡായിട്ട് റീപ്ലേസ് ചെയ്തു. അതുപോലെ COP29 എന്താണ് COP29 കണക്ട് ചെയ്ത അസർബൈജാനിലാണ്. അപ്പോൾ ഇന്ത്യക്ക് എന്താണ് ഇന്ത്യക്ക് റൂൾ ഓഫ് ലോ ഇൻഡെക്സ് എന്താണ് 79ാമത്തെ റാങ്ക് കരസ്ഥമാക്കി. ഈ 3 കാര്യങ്ങളൊന്ന് നോട്ട് ചെയ്യുക. നെക്സ്റ്റ് ഞാൻ പറഞ്ഞിട്ടുണ്ട് മിലിറ്ററി എക്സസൈസസ്. ഓക്കെ, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, ചോദിക്കാറുണ്ട്. അപ്പോൾ ഒരു പേര് വരും അല്ലേ, മിലിറ്ററി എക്സൈസിന്റെ പേര് എന്നിട്ട് ഏതൊക്കെ രാജ്യങ്ങൾ തമ്മിലാണ് എന്ന് അത് കണ്ടക്ട് ചെയ്യാറ്. അതുപോലെ ഇത് എവിടെയാണ് എക്സസൈസ് കണ്ടക്ട് ചെയ്യാറ്? ഈ 2 ചോദ്യങ്ങളും എപ്പോഴും കാണാറുള്ളതാണ്. ഫസ്റ്റ് വൺ എടുക്കുകയാണെങ്കിൽ അഗ്നി വാരിയർ. ഓക്കെ, അഗ്നി വാരിയർ 2024 എവിടെയാണ് നടന്നത്? മഹാരാഷ്ട്രയിലാണ്. ഇനി ഏതൊക്കെ രാജ്യങ്ങൾ തമ്മിലാണ്? ഇന്ത്യ സിംഗപ്പൂർ. ഓക്കെ, ഇന്ത്യയും സിംഗപ്പൂരും ജോയിൻ ചെയ്തിട്ടുള്ള മിലിറ്ററി എക്സസൈസ് ആണത് അഗ്നി വാരിയർ എന്ന് പറയുന്നത്. കണ്ടക്ട് ചെയ്ത് കണ്ടക്ട് ചെയ്ത് മഹാരാഷ്ട്രയാണ്. ഇനി അടുത്ത് പറയുകയാണെങ്കിൽ എന്താണ് ഗരുഡ ശക്തി. ഓക്കെ, ഗരുഡ ശക്തി എവിടെയാണ്? ഗരുഡ ശക്തി നടക്കുന്നത് ഇന്ത്യ ഇന്തോനേഷ്യ തമ്മിലാണത് ഗരുഡ ശക്തി നടക്കുന്നത്. ഇന്തോനേഷ്യയിലെ ജക്കാർത്തയിലാണത് ഈ ഗരുഡ ശക്തി എക്സസൈസ് കണ്ടക്ട് ചെയ്യുന്നത്. ലാസ്റ്റ് വൺ എവിടെയാണ്? ലാസ്റ്റ് വൺ വജ്രപ്രഹാർ. നമ്മൾ റീസെന്റിലേക്ക് കേൾക്കുന്ന അല്ലെ വജ്രപ്രഹാർ ആരൊക്കെ തമ്മിലാണ്? അത് ഇന്ത്യ അമേരിക്ക തമ്മിൽ കണ്ടക്ട് ചെയ്യുന്നതാണത് വജ്രപ്രഹാർ എന്ന് പറയുന്നത്. അപ്പൊ നിങ്ങൾ എന്താണ് ഇതിന്റെ പേരുകൾ എക്സസൈസിന്റെ പേരുകൾ നോക്കുക. അതുപോലെ എന്താണ് ഏതൊക്കെ രാജ്യങ്ങൾ തമ്മിലാണ് എവിടെയാണിത് നടക്കുന്നത്? ഈ 3 കാര്യങ്ങളും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നിങ്ങൾ നോട്ട് ചെയ്യുക. Next one, ISR has decided to launch a Venus orbiting satellite mission called Shukran in 2028. അപ്പോൾ മേ ബി ചോദിക്കാം ശുക്രയാൻ ഏത് വർഷമാണ് ലോഞ്ച് ചെയ്യാൻ തീരുമാനിച്ചിരിക്കുന്നത്? ഏത് വർഷമാണ്? 2028 ഇത് ലോഞ്ച് ചെയ്തിരിക്കുന്നതിന്റെ മറ്റൊരു പേരാണ് വീനസ് ഓർബിറ്റിംഗ് സാറ്റലൈറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, അത് 2028 ലോഞ്ച് ചെയ്യാൻ പറ്റും. മേ ബി ഒരു എന്താണ് സ്റ്റാറ്റിക് ആയിട്ടുള്ള അല്ലെങ്കിൽ കണ്ടപ്പോ ചോദിക്കാം ഏത് വർഷമാണ് ഈ വീനസ് ഓർബിറ്റിംഗ് ലോഞ്ച് ചെയ്യാൻ ISR തീരുമാനിച്ചിട്ടുള്ളതെന്ന് വെച്ചാൽ അതായത് 2028. ഓക്കെ, നെക്സ്റ്റ് വൺ ആണ് ഓസ്ട്രേലിയ സൈൻഡ് ആൻ അഗ്രിമെന്റ് വിത്ത് ISR ടു സപ്പോർട്ട് ഗഗൻയാൻ മിഷൻ. ഓക്കെ, നമ്മുടെ 2024 നടക്കുന്നത് ഗഗൻയാൻ മിഷനുമായിട്ട് ബന്ധപ്പെട്ട് എന്താണ് ഓസ്ട്രേലിയ നമ്മൾ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി ഒരു അഗ്രിമെന്റ് നമ്മൾ ചോദിക്കാം ഈ ISR ഏത് രാജ്യവുമായിട്ടാണ് ഇങ്ങനെ അഗ്രിമെന്റ് സൈൻ ചെയ്തതെന്ന് വെച്ചാൽ അത് ഓസ്ട്രേലിയ ആയിട്ടാണ് ഒരു അഗ്രിമെന്റ് നമ്മൾ സൈൻ ചെയ്തിട്ടുള്ളത്. നെക്സ്റ്റ് വൺ ആണ് സ്പേസ് എക്സ്. നമ്മുടെ എലോൺ മസ്കിന്റെ സ്പേസ് എക്സ് കമ്പനി ലോഞ്ച് ഇന്ത്യസ് കമ്മ്യൂണിക്കേഷൻ സാറ്റലൈറ്റ് ആയ GSAT-20. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതിന്റെ ഫാൽക്കൺ 9 ഓക്കെ, ഫാൽക്കൺ 9 സ്പേസ്ഷിപ്പിൽ എന്താണ് നമ്മൾ GSAT 20 നമ്മുടെ കമ്മ്യൂണിക്കേഷൻ സാറ്റലൈറ്റ് എന്താണ് എലോൺ മസ്ക് ലോഞ്ച് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ചോദിക്കുക ഏത് കമ്പനിയായിട്ട് കൊളാബറേറ്റ് ചെയ്താണ് നമ്മൾ GSAT-20 ഇംപ്ലിമെന്റ് ചെയ്തത്? അല്ലെങ്കിൽ സ്പേസ് എക്സുമായിട്ട് എന്താണ് നമ്മുടെ കമ്മ്യൂണിക്കേഷൻ സാറ്റലൈറ്റിന്റെ പേരെന്താണ്? 2 ടൈപ്പിൽ വയ്ക്കുക. അതാണ് അത് GSAT-20 ആണത് നമ്മുടെ കമ്മ്യൂണിക്കേഷൻ സാറ്റലൈറ്റ് എന്ന് പറയുന്നത്. ആരാണ് ലോഞ്ച് ചെയ്ത്? സ്പേസ് എക്സ് കമ്പനിയാണത് ഇത് ലോഞ്ച് ചെയ്തത് കേട്ടോ. നെക്സ്റ്റ് ലാസ്റ്റ് വൺ, ഇസ്രായേൽ ബിക്കം ദ 69th മെമ്പർ ഓഫ് ദ ഏഷ്യൻ ഡെവലപ്മെന്റ് ബാങ്ക്. ഓക്കെ, ഏഷ്യൻ ഡെവലപ്മെന്റ് ബാങ്കിന്റെ 69. അപ്പോൾ 2 തരത്തിൽ എന്താണ് ചോദിക്കുക. അതായത് ഇപ്പൊ നിലവിൽ എന്താണ് ഏഷ്യൻ ഡെവലപ്മെന്റ് ബാങ്കിന് എത്ര മെമ്പേഴ്സ് ഉണ്ടെന്ന് വെച്ചാൽ 69 മെമ്പേഴ്സ് ആണുള്ളത്. ഓക്കെ, ലാസ്റ്റ് മെമ്പറായി മാറിയത് ആരാണ്? അത് ഇസ്രായേലാണ്. അതുപോലെ എവിടെയാണ് ഹെഡ് ക്വാർട്ടേഴ്സ് വെച്ചാൽ ഫിലിപ്പീൻസ്. ഓക്കെ, ഫിലിപ്പീൻസ് ആണത് ഇതിന്റെ ഹെഡ് ക്വാർട്ടേഴ്സ് കേട്ടോ. ഫിലിപ്പീൻസ് ആണത് ഇതിന്റെ ഹെഡ് ക്വാർട്ടേഴ്സ് വരുന്നത്. ഏഷ്യൻ ഡെവലപ്മെന്റ് ബാങ്കിന്റെ ഇതാണ് ഹെഡ് ക്വാർട്ടേഴ്സ് വരുന്നത് ഫിലിപ്പീൻസ് ആണ്. അതുപോലെ ഇതിന്റെ ഹെഡിന്റെ പേരാണ് മസാർജുഗു അസഗാവ. ഓക്കെ, ഹെഡിന്റെ പേരാണ് മസാർജുഗു അസഗാവ.
മസാറ്റ്സുഗു അസാക്കാവ ആണത് ഈ ഏഷ്യൻ ഡെവലപ്മെന്റ് ബാങ്കിന്റെ ഹെഡിന്റെ പേര്. ഇതായിട്ട് വളരെ രണ്ട് ഫാക്ട്സ് ജസ്റ്റ് പറഞ്ഞു തന്നോളൂ കേട്ടോ. ഓക്കെ, അപ്പോൾ 4 കാര്യങ്ങൾ പഠിച്ചു. എന്താണ് ഫസ്റ്റ് വീനസ് ഓർബിറ്റിംഗ് മെഷീൻ 2028 നമ്മൾ ലോഞ്ച് ചെയ്യുന്നുണ്ട്. പിന്നെ ഓസ്ട്രേലിയ ആയിട്ട് നമ്മൾ ഗഗൻയാൻ മിഷന് ഒരു അഗ്രിമെന്റ് സൈൻ ചെയ്തിട്ടുണ്ട്. അതുപോലെ നമ്മുടെ GSAT-20 നമ്മുടെ കമ്മ്യൂണിക്കേഷൻ സാറ്റലൈറ്റ് സ്പേസ് എക്സ് ലോഞ്ച് ചെയ്തു. അതുപോലെ ലാസ്റ്റ് വൺ ഇസ്രായേൽ ADB ബാങ്കിന്റെ ഡെവലപ്മെന്റ് ബാങ്കിന്റെ 69ാമത്തെ മെമ്പറായിട്ട് മാറിയിട്ടുണ്ട്. നെക്സ്റ്റ് വൺ PM മോദിക്ക് കിട്ടിയ കുറച്ച് അവാർഡ്സ് ആണ്. അപ്പോൾ എപ്പോഴും ചോദിക്കാറുണ്ട് ഈ അവാർഡ്സ് കിട്ടിയ അവാർഡ് ഏത് ആൾക്കാണ് കിട്ടുന്നതെന്ന് എപ്പോഴും ഫ്രീക്വന്റ്ലി നമ്മൾ കാണാറുണ്ട്. അപ്പോൾ ഫസ്റ്റ് എടുക്കുകയാണെങ്കിൽ ഈ ഗ്രാൻഡ് കമാൻഡർ ഓഫ് ദ ഓർഡർ ഓഫ് ദ നൈഗർ അവാർഡ് കിട്ടിയ ആർക്കാണ്? PM മോദിക്കാണ്. അതുപോലെ ഓർഡർ ഓഫ് എക്സലൻസ് ബൈ ഗോയാന കിട്ടിയ ആർക്കാണ്? അതും നരേന്ദ്രമോദിക്കാണ്. അതുപോലെ ഗ്ലോബൽ പീസ് അവാർഡിൻ വാഷിംഗ്ടൺ കിട്ടിയത് നരേന്ദ്രമോദിക്കാണ്. അതുപോലെ ഡൊമിനിക്ക അവാർഡ് ഓഫ് ഓണർ. ഈ 4 അവാർഡ് നവംബർ മാസങ്ങളിൽ PM മോദി കിട്ടിയ അവാർഡ്സ് ആണ്. അപ്പോൾ ഈ 4 അവാർഡ് ഒരുമിച്ച് നിങ്ങളൊന്ന് ക്ലബ് ചെയ്ത് പഠിക്കുക. കാരണം PM മോദി കിട്ടിയ അവാർഡ്സ് എല്ലാം ഒരുമിച്ച് ഒരു ക്ലബ് ചെയ്ത് പഠിക്കുമ്പോൾ എളുപ്പമുണ്ട്. അല്ലെങ്കിൽ നിങ്ങൾ സെപ്പറേറ്റ് പഠിക്കുമ്പോൾ ഒരു ബുദ്ധിമുട്ടായിരിക്കും അല്ലേ, നമ്മൾ ഓർത്ത് വെക്കാനൊക്കെ ഒരു ബുദ്ധിമുട്ടുണ്ടായിരിക്കും. അപ്പോൾ ഒരേ ഒരു കണ്ടന്റ് എടുത്തതാണ്. അതിൽ നിന്ന് എത്ര അവാർഡ്സ് PM മോദിക്ക് ഏതൊക്കെ അവാർഡ് കിട്ടിയെന്നുള്ളത് ഒരുമിച്ച് നോക്കി വെച്ചാൽ നമുക്കൊരു പഠിക്കാനൊരു ബെറ്റർ വേ ഓഫ് ആണ്. അപ്പോൾ 4 അവാർഡ്സ് ആണ് ഈ PM മോദിക്ക് നവംബർ മാസത്തിൽ ലഭിച്ചിട്ടുള്ളത്. നെക്സ്റ്റ്, പഞ്ചാബ് പോലീസ് ഹാസ് ലോഞ്ച്ഡ് സൈബർ മീറ്റർ ചാറ്റ്ബോട്ട് ടെസ്റ്റ് വിത്ത് സൈബർ ക്രൈമും. ഓക്കെ, പഞ്ചാബ് പോലീസ് ലോഞ്ച് ചെയ്ത ഒരു സൈബർ ബോട്ടാണിത് സൈബർ മീറ്റർ എന്ന് പറയുന്നത്. അതായത് നമുക്ക് സൈബറായിട്ട് ബന്ധപ്പെട്ട ക്രൈം ഒക്കെ നമ്മുടെ നമ്മുടെ ഫോണിൽ ഇപ്പോൾ ബാങ്ക് അല്ലെങ്കിൽ ഒരു ആരെങ്കിലും വിളിച്ച് പറ്റിക്കുക അങ്ങനെ ചെയ്താൽ നമ്മുടെ സൈബർ ചാറ്റ് ബോട്ട് ഉണ്ട്, അതാണ് സൈബർ മീറ്റർ എന്ന് അറിയപ്പെടുന്നത്. അപ്പോൾ അവരായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന റീസൺസ് ആയിട്ട് അവർ കൊണ്ടുവന്ന ഒരു ചാറ്റ് ബോട്ടാണിത് സൈബർ മീറ്റർ എന്ന് പറയുന്നത്. അതുപോലെ നെക്സ്റ്റ് വൺ ആണ് ദീപം 2.0 സ്കീം ഹാസ് ബീൻ ലോഞ്ച്ഡ് ബൈ ആന്ധ്രാപ്രദേശ് ടു പ്രൊവൈഡ് ഫ്രീ ഗ്യാസ്. അതായത് ആന്ധ്രാപ്രദേശ് CM ആയ ചന്ദ്ര ലോഞ്ച് ചെയ്താണത് ഈ ദീപം 2.0 സ്കീം എന്ന് പറയുന്നത്. അപ്പം ഒരു ചോദ്യം ചോദിക്കാം, ദീപം 2.0 സ്കീം ഏത് സ്റ്റേറ്റിലാണ് ഇംപ്ലിമെന്റ് ചെയ്തത്? ആന്ധ്രാപ്രദേശ്. അത് മാത്രമല്ല ഈ ദീപം 2.0 സ്കീം കൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത്, അല്ലെങ്കിൽ ഏതായിട്ട് ബന്ധപ്പെട്ടാണെന്ന് വെച്ചാൽ അത് ഫ്രീ ഗ്യാസ്. ഓക്കെ, ഫ്രീ ഗ്യാസ് പ്രൊവൈഡ് ചെയ്യാനുള്ള ഒരു സ്കീമാണിത് ഈ ദീപം 2.0 സ്കീം എന്ന് പറയുന്നത്. അപ്പോൾ 2 കാര്യങ്ങൾ പഠിച്ചു. ദീപം 2.0 സ്കീം ലോഞ്ച് ചെയ്ത ആന്ധ്രാപ്രദേശിലാണ്. എന്താണ് അതിന്റെ മോട്ടീവ്? ഫ്രീ ഗ്യാസ്, ടു പ്രൊവൈഡ് ഫ്രീ ഗ്യാസ് ആണത് ഇതിന്റെ മോട്ടീവ് എന്ന് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് വൺ ആണ് 55th ഇന്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവൽ ഓഫ് 2024. 55ാമത്തെ IFFA അവാർഡ്സ്. ഓക്കെ, എല്ലാ കൊല്ലം നമുക്ക് ഇന്റർനാഷണൽ ഫിലിം അവാർഡ്സ് നടക്കാറുണ്ട്. അതിലെ ബെസ്റ്റ് ഫിലിം ഏതാണ്, ബെസ്റ്റ് ആക്ടർ ഏതാണ്, ഇതൊക്കെ ചോദ്യങ്ങളുണ്ട്. അപ്പോൾ ഇത്തവണത്തെ IFFA ഇന്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവൽ ആണെന്ന് ഗോവയിലാണത് ഫിലിം ഫെസ്റ്റിവൽ കണ്ടക്ട് ചെയ്തത്. ഇതിന്റെ തീം എന്ന് പറയുന്നത് യങ് ഫിലിം മേക്കേഴ്സ് ദ ഫ്യൂച്ചർ ഈസ് നൗ. യങ് ഫിലിം മേക്കേഴ്സ് ദ ഫ്യൂച്ചർ ഈസ് നൗ. തീമൊക്കെ ചോദിക്കാറുണ്ട് കേട്ടോ. റീസെന്റ് എക്സാംസിലൊക്കെ തീമൊക്കെ ചോദിച്ചു കണ്ടിട്ടുണ്ട്. അപ്പം തീം എന്താണ്? യങ് ഫിലിംമേക്കേഴ്സ് ദ ഫ്യൂച്ചർ ഈസ് നൗ. ഇതിനകത്ത് ബെസ്റ്റ് ഫിലിമിന് കൊടുക്കുന്ന അവാർഡാണിത് ഗോൾഡൻ പീകോക്ക് അവാർഡ് എന്ന് പറയും. ബെസ്റ്റ് ഫിലിമിന് കൊടുക്കുന്ന അവാർഡാണ് ഗോൾഡൻ പീകോക്ക് അവാർഡ്. ആ ഒരു കാറ്റഗറിയിൽ ബെസ്റ്റ് ഫിലിമായിട്ട് തെരഞ്ഞെടുക്കപ്പെട്ടത് ടോക്സിക് ആണ്. ടോക്സിക്. ഓക്കെ, നിങ്ങൾ ഉദ്ദേശിക്കുന്ന യാഷിന്റെ ഒക്കെ ഒരു പുതിയ പടമുണ്ട്. ആ ടോക്സിക് അല്ല, ഇതൊരു വേറെ എത്യോപ്യൻ ടൈപ്പ് ഓഫ് കൈൻഡ് ഓഫ് പടമാണ് ടോക്സിക്. ഓക്കെ, ആ സിനിമയ്ക്കാണിത് ഗോൾഡൻ പീകോക്ക് അവാർഡ് ലഭിച്ചത്. ഓക്കെ, അടുത്ത് ബെസ്റ്റ് ഡയറക്ടർ ആയിട്ട് ആർക്കാണ് അവാർഡ് കിട്ടിയത്? അത് ബോഡ്ഗാൻ മുറസാനോ. ആരാണ്? ബോഡ്ഗാൻ മുറസാനോ ആണിത് ബെസ്റ്റ് ഡയറക്ടറിന്റെ അവാർഡ് ലഭിച്ചത്. അതുപോലെ ബെസ്റ്റ് ആക്ടറിന്റെ അവാർഡ് കിട്ടിയത് ആർക്കാണ്? ക്ലെമന്റ് ഫാവറോ. ഓക്കെ, ക്ലെമന്റ് ഫാവറോ ആണിത് ബെസ്റ്റ് ആക്ടറിനുള്ള അവാർഡ് ലഭിച്ചത്. അപ്പോൾ നമ്മൾ 4 കാര്യങ്ങൾ പഠിച്ചൊന്ന് എവിടെയാണ് ഹെൽഡ് ചെയ്തത്? ഗോവയിലാണ് ഹെൽഡ് ചെയ്തത്. എത്രാമത്താണ്? 55ാമത്തെ അല്ലേ. അതിന്റെ തീം എന്താണ്? യങ് ഫിലിം മേക്കേഴ്സ് ദ ഫ്യൂച്ചർ ഈസ് നൗ. അതുപോലെ ബെസ്റ്റ് ഫിലിം, ബെസ്റ്റ് ഡയറക്ടർ ആൻഡ് ബെസ്റ്റ് ആക്ടർ. ഇതെല്ലാം ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഫാക്ട്സ് ആണ്, നോട്ട് ചെയ്യുക. നെക്സ്റ്റ് ആണ് ന്യൂ സെക്രട്ടറി ജനറൽ ഓഫ് ഇന്റർപോൾ. ഓക്കെ, ഇന്റർപോളിന്റെ പുതിയ സെക്രട്ടറി ജനറൽ ആരാണ്? വാൽഡേസി ഉർഗേസ. ഓക്കെ, വാൽഡേസി ഉർഗേസ ആണ് ഇതിന്റെ പുതിയ സെക്രട്ടറി ജനറൽ എന്ന് പറയുന്നത്. ഓക്കെ, ഇന്റർപോളിന്റെ തലസ്ഥാനം എവിടെയാണ്? ഓക്കെ, ഫ്രാൻസ്. ഓക്കെ, ഫ്രാൻസിലെ ലയോണിലാണ് ഇന്റർപോളിന്റെ തലസ്ഥാനം എന്ന് പറയുന്നത്. ഓക്കെ, തലസ്ഥാനം. ഓക്കെ, അതിന്റെ പുതിയ സെക്രട്ടറി ജനറൽ ആയിട്ട് ആരാണ് അപ്പോയിന്റ് ചെയ്തിരിക്കുന്നത്? വാൽഡേസി ഉർഗേസയാണ്. നെക്സ്റ്റ് ആണ് മിസ് യൂണിവേഴ്സ് 2024. ഓക്കെ, മിസ് യൂണിവേഴ്സ് 2024 ആരാണ്? അത് വിക്ടോറിയ കയർ തേൽവിക്. ഓക്കെ, മിസ് യൂണിവേഴ്സ്, മിസ് വേൾഡ് ഒക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആട്ടോ. അപ്പോൾ മിസ് യൂണിവേഴ്സ് ആയിട്ട് തിരഞ്ഞെടുക്കപ്പെട്ട ആരാണ്? അത് വിക്ടോറിയ കയർ തേൽവിക് ആണിത് മിസ് യൂണിവേഴ്സ് ആയിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടിട്ടുള്ളത്. നെക്സ്റ്റ് ആണ് ബുക്കർ പ്രൈസ് 2024 അല്ലെ. ബുക്കർ പ്രൈസ് നമ്മൾ ഫ്രീക്വന്റ്ലി കേൾക്കുന്ന ഒരു ലിറ്ററേച്ചർ അവാർഡാണ് ബുക്കർ പ്രൈസ് ഉണ്ട്. അതുപോലെ ഇന്റർനാഷണൽ ബുക്കർ പ്രൈസ് ഉണ്ട്. ഇതാണ് ഈ ബുക്കർ പ്രൈസും ഇന്റർനാഷണൽ ബുക്കർ പ്രൈസും. അല്ലെങ്കിൽ ബുക്കർ പ്രൈസിനെ മാൻ ബുക്കർ പ്രൈസ് എന്നൊക്കെ പറയും. നമ്മൾ അരുത് റോയ്ക്ക് 1997 കിട്ടിയത് മാൻ ബുക്കർ പ്രൈസ് ആണ്. പക്ഷേ റീസെന്റ് 2022 ഗീതാഞ്ജലി ശ്രീക്ക് ടോംബ് ഓഫ് സ്റ്റാൻഡിൽ കിട്ടിയതാണ് അത് ഇന്റർനാഷണൽ ബുക്കർ പ്രൈസ് ആണ്. എന്താണ് ഇതിന്റെ വ്യത്യാസം? ഇത് ബുക്കർ പ്രൈസും ഇത് ഇന്റർനാഷണൽ ബുക്കർ പ്രൈസ് എന്ന് വെച്ചാൽ എന്താണ്?
നോക്കുക. അത് ട്രാൻസ്ലേറ്റ് ചെയ്യും, ഏതൊരു ലാംഗ്വേജിൽ നിന്നും എന്താണ് ട്രാൻസ്ലേറ്റ് ചെയ്ത് ഇംഗ്ലീഷിലേക്ക് മാറ്റിയിട്ട് ആ ഒരു സെക്ഷൻ കൊടുക്കുന്നതാണ് ഇന്റർനാഷണൽ ബുക്ക് പ്രൈസ് എന്ന് പറയുന്നത്. പക്ഷേ ബുക്ക് പ്രൈസ് എന്താണ്, ഒരു ആ ഇംഗ്ലീഷ് ലാംഗ്വേജ് തന്നെ എഴുതുന്നതിനാണ് ബുക്കർ പ്രൈസ് അവാർഡ് കൊടുക്കുക. അപ്പോൾ ഇത്തവണത്തെ ബുക്കർ പ്രൈസ് 2024 കിട്ടിയ ആർക്കാണ്? അത് സമന്ത ഹാർവേക്കാണ്. സമന്ത ഹാർവേ ഹാസ് വോൺ ദ ബുക്കർ പ്രൈസ് ഫോർ ഫിക്ഷൻ കിട്ടി. അതുപോലെ എന്താണ്, നോവലിന്റെ പേരാണ് ഓർബിറ്റൽ എന്ന് പറയുന്നത്. പക്ഷേ ഇന്റർനാഷണൽ ബുക്കർ പ്രൈസ് എന്താണ് ലഭിച്ചത്? ജെന്നി എർപ്പൻബെക്ക്. ഓക്കെ, അത് ജെന്നി എർപ്പൻബെക്ക് ആണ് ശരിക്കും ആ ബുക്ക് എഴുതിയത്. അത് ട്രാൻസ്ലേറ്റ് ചെയ്താരാണ്? ട്രാൻസ്ലേറ്റ് ചെയ്ത് മൈക്കൽ ഹോഫ്മാൻ ആണ്. ഓക്കെ, രണ്ടുപേർക്കും ചോദ്യം ചോദിക്കാറുണ്ട് കേട്ടോ. അതായത് ഈ ബുക്ക് എന്ന് വെച്ചാൽ കൈറോസ്. ഓക്കെ, കൈറോസ് എന്ന ബുക്കിനാണ് ഈ അവാർഡ് ലഭിച്ചത്, ഇന്റർനാഷണൽ ബുക്ക് പ്രൈസ് ലഭിച്ചത്. ഓക്കെ, അപ്പം എഴുതാരാണെന്ന് വെച്ചാൽ അത് ജെന്നി എർപ്പൻബെക്ക് ആണ്. പക്ഷേ ട്രാൻസ്ലേറ്റ് ചെയ്താരാണ്? ട്രാൻസ്ലേറ്റ് ചെയ്ത് മൈക്കൽ ഹോഫ്മാൻ ആണ്. അപ്പോൾ രണ്ട് കാര്യങ്ങളും ഒന്ന് നോട്ട് ചെയ്യുക. അതുപോലെ ഈ കാണുന്നതാണ് നമ്മുടെ ബുക്ക് പ്രൈസ് ലഭിച്ച നമ്മുടെ സമന്ത ഹാർവേ എന്ന് പറയുന്നത്, ഇതാണ് ഓർബിറ്റൽ എന്ന് പറയുന്ന ബുക്ക് കേട്ടോ. ഓക്കെ, അപ്പോൾ രണ്ട് നോട്ട് ചെയ്യുക. ബുക്ക് പ്രൈസും ഇന്റർനാഷണൽ ബുക്ക് പ്രൈസും നല്ല ഇമ്പോർട്ടൻസ് ഉണ്ട്, ചോദിക്കാൻ നല്ല സാധ്യതയുള്ളൊരു ചോദ്യങ്ങളാണ്. PM വിദ്യാലക്ഷ്മി സ്കീം. ഓക്കെ, PM വിദ്യാലക്ഷ്മി സ്കീം എന്താണ് ഒബ്ജക്റ്റീവ്? ഗ്രാൻഡിങ് എഡ്യൂക്കേഷൻ ലോൺസ് ഫോർ ഹയർ എഡ്യൂക്കേഷൻ. ഓക്കെ, അതായത് ഹയർ എഡ്യൂക്കേഷന് വേണ്ടി എന്താണ് കുട്ടികൾക്ക് എഡ്യൂക്കേഷൻ ലോൺസ് പ്രൊവൈഡ് ചെയ്യാന്ന ഉദ്ദേശത്തോടെ സ്റ്റാർട്ട് ചെയ്തതാണെന്ത് ഈ PM വിദ്യാലക്ഷ്മി സ്കീം എന്ന് പറയുന്നത്. അപ്പോൾ അത് ഇമ്പോർട്ടൻ്റ് ആണ്, ഒന്ന് നോട്ട് ചെയ്യുക. നെക്സ്റ്റ് വൈഭവ് സൂര്യവംശി. നമ്മൾ നേരത്തെ IPL ഭാഗമായിട്ടാണ് പറഞ്ഞായിരുന്നു. ഋഷഭ് പന്ത് അല്ലെ, ഋഷഭ് പന്ത് ദ മോസ്റ്റ് എക്സ്പെൻസീവ് പ്ലെയർ ഇൻ ദ ഹിസ്റ്ററി ഓഫ് IPL എന്ന് പറഞ്ഞായിരുന്നു. അപ്പോൾ അതുപോലെ തന്നെ നോക്കാം യങ്ങസ്റ്റ് പ്ലെയർ. ഓക്കെ, അതായത് IPL ലേലങ്ങളിൽ യങ്ങസ്റ്റ് പ്ലെയർ ആയിട്ട് എന്താണ് എടുത്ത ഏറ്റവും വില കൂടുതൽ, അത് ഏറ്റവും 13 വയസ്സ് മാത്രം പ്രായമുള്ള ഒരു കുട്ടിയാണിത് വൈഭവ് സൂര്യവംശി എന്ന് പറയുന്നത്. ഓക്കെ, 1.10 crore രാജസ്ഥാൻ റോയൽസിലേക്ക് എന്താണ് IPL എന്താണ് ഈ ആളെ സെലക്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ യങ്ങസ്റ്റ് പ്ലെയർ ടു യങ്ങസ്റ്റ് പ്ലെയർ ഇൻ ഹിസ്റ്ററി ഓഫ് IPL ഓപ്ഷൻ. ഓക്കെ, IPL ഓപ്ഷനിൽ വരുന്ന ഏറ്റവും യങ്ങസ്റ്റ് പ്ലെയർ ആണത് ഈ വൈഭവ് സൂര്യവംശി എന്ന് പറയുന്ന ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫാക്റ്റ് ആണ്. ആ ഏത് ടീമാണ് എടുത്തത്? രാജസ്ഥാൻ റോയൽസ് ആണിത് ഓപ്ഷനിൽ വൈഭവ് സൂര്യവംശിനെ എടുത്തിട്ടുള്ളത് കേട്ടോ. അതുപോലെ നെക്സ്റ്റ് ആണ് ഫിലിപ്പ് നോയ്സ് ഹാസ് ഹോണർഡ് വിത്ത് സത്യജിത് റായ് ലൈഫ് ടൈം അച്ചീവ്മെന്റ് അവാർഡ് 2024. ഓക്കെ, അപ്പോൾ ചോദിക്കാം, ഫിലിമുമായിട്ട് ബന്ധപ്പെട്ടാണ്. ഫിലിപ്പ് നോയ്സ് ഒരു ഓസ്ട്രേലിയൻ ഫിലിം ഡയറക്ടറാണ് അദ്ദേഹം. ഓക്കെ, അദ്ദേഹത്തിനാണ് ഇത്തവണത്തെ സത്യജിത് റായ് ലൈഫ് ടൈം അച്ചീവ്മെന്റ് അവാർഡ് 2024 കരസ്ഥമാക്കിയിട്ടുള്ളത്. നെക്സ്റ്റ് വൺ നമ്മുടെ 47th പ്രസിഡന്റ് ഓഫ് USA ആയിട്ട് വീണ്ടും എന്താണ് ഡൊണാൾഡ് ട്രംപിനെ തിരഞ്ഞെടുക്കേണ്ടത്. നമ്മുടെ ന്യൂസിലൊക്കെ റീസെന്റ് ആയിട്ട് കണ്ടതാണ്. അപ്പോൾ 47th പ്രസിഡന്റ് ഓഫ് USA ആണ്. അപ്പോൾ എത്രാമത്തെയാണ് ചോദിക്കാം. ഓക്കെ, 47th പ്രസിഡന്റ് ആരാണ്? ഡൊണാൾഡ് ട്രംപ് ആണ്. അതുപോലെ രാജേഷ് കുമാർ സിംഗ് നമ്മുടെ പുതിയ ഡിഫൻസ് സെക്രട്ടറി ആയിട്ട് സെലക്ട് ചെയ്യപ്പെട്ടാണ് നമ്മുടെ രാജേഷ് കുമാർ സിംഗ് എന്ന് പറയുന്നത്. ഓക്കെ, ഡിഫൻസ് സെക്രട്ടറി വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, അത് അപ്പോയിന്റ്മെന്റ്സിൽ ചോദിക്കാൻ സാധ്യതയില്ല കേട്ടോ. ഡിഫൻസ് സെക്രട്ടറി രാജേഷ് കുമാർ സിംഗ്. നെക്സ്റ്റ് വിജിലൻസ് അവയർനെസ് വീക്ക്. ഓക്കെ, നമ്മുടെ ഒക്ടോബർ 28 മുതൽ നവംബർ 3 വരെ നമ്മൾ കണ്ടക്ട് ചെയ്ത് ഇതാണ് വിജിലൻസ് അവയർനെസ് വീക്ക് എന്ന് പറയും. ഇതിന്റെ തീം എന്താണ്? ഇതിന്റെ തീമാണ് കൾച്ചർ ഓഫ് ഇന്റഗ്രിറ്റി ഫോർ നേഷൻസ് പ്രോസ്പെരിറ്റി. എന്താണ്? കൾച്ചർ ഓഫ് ഇന്റഗ്രിറ്റി ഫോർ നേഷൻസ് പ്രോസ്പെരിറ്റി. ഓക്കെ, ഇതാണ് ഇതിന്റെ തീം എന്ന് പറയുന്നത്. ഇത് കണ്ടക്ട് ചെയ്ത് എവിടെയാണെന്ന് ചോദിക്കാം. എന്താണ് അത്? 28 ഒക്ടോബർ മുതൽ നവംബർ 3 വരെയാണിത് ഇത് കണ്ടക്ട് ചെയ്യുക. മെയിൻ ആയിട്ട് ചോദിക്കാനുള്ളതിന്റെ തീമായിരിക്കും. ഓക്കെ, തീം കൾച്ചർ ഓഫ് ഇന്റഗ്രിറ്റി ഫോർ നേഷൻസ് പ്രോസ്പെരിറ്റി ആണിത് ഇതിന്റെ മെയിൻ തീം എന്ന് പറയുന്നത് കേട്ടോ. ഇത് എല്ലാ കൊല്ലവും ഇംപ്ലിമെന്റ് ചെയ്യുന്ന ഒരു വിജിലൻസ് അവയർനെസ് വീക്കാണ്. ഓക്കെ, നെക്സ്റ്റ് വൺ നമ്മുടെ ബാലൻഡിയർ അവാർഡ് അല്ലേ. നമ്മൾ റീസെന്റ് ആണ് മെസ്സിക്കൊക്കെ എന്താണ് കഴിഞ്ഞാൽ കിട്ടിയായിരുന്നു. പക്ഷേ ഇത്തവണ ബാലൻഡിയർ ചോദ്യം ചോദിച്ചാൽ എന്താണ് ബാലൻഡിയർ അവാർഡ് കിട്ടിയത്? റോഡ്രി, സ്പെയിനിന്റെ പ്ലെയർ ആയ റോഡ്രിക്കാണ്. അതുപോലെ തന്നെ സ്പെയിനിന്റെ ഐറ്റാന ബോൺമാട്ടി ആൻഡ് റോഡ്രിക്കാണ് ഇത്തവണത്തെ ഫുട്ബോളിന്റെ ഏറ്റവും വലിയ അവാർഡായ ബാലൻഡിയർ അവാർഡ് ലഭിച്ചിട്ടുള്ള നല്ല ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള സ്പോർട്സ് അവാർഡാണ്. അപ്പോൾ ചോദിക്കാൻ നല്ല ഹൈ ചാൻസ് ഉള്ള ഒരു കാര്യമാണ്. റോഡ്രി സ്പെയിനിൽ ബാലൻഡിയർ അവാർഡ് കിട്ടിയതുപോലെ ഐറ്റാന ബോൺമാട്ടി സെയിം സ്പെയിനിൽ തന്നെയാണ് ബാലൻഡിയർ അവാർഡ് കിട്ടും, മെൻസ് ആൻഡ് ഫീമെയിലും. നെക്സ്റ്റ് വൺ നമ്മുടെ ഇന്ത്യൻ പ്ലെയർ ആയ ചിരാഗ് ചിക്കാരയാണെന്ത് നമ്മുടെ വേൾഡ് റെസ്ലിംഗ് ചാമ്പ്യൻഷിപ്പ് 2024 കരസ്ഥമാക്കിയിട്ടുള്ളത്. ആരാണ്? ചിരാഗ് ചിക്കാര. ഓക്കെ, ചിരാഗ് ചിക്കാര ഹാസ് വോൺ ദ വേൾഡ് റെസ്ലിംഗ് ചാമ്പ്യൻഷിപ്സ് 2024. ഓക്കെ, നെക്സ്റ്റ് വൺ ഖേലോ ഇന്ത്യ യൂത്ത് ഗെയിംസ് ആൻഡ് പാരാ ഗെയിംസ്. ഞാൻ പറഞ്ഞു ഫേമസ് ആയിട്ടുള്ള സ്പോർട്സ് ഇവന്റ്സ് എവിടെയാണ് കണ്ടക്ട് ചെയ്യുന്നത്. അപ്പം 2025 ഏപ്രിൽ നടക്കാൻ പോകുന്ന ഖേലോ ഇന്ത്യ യൂത്ത് ഗെയിംസും എന്താണ് പാരാ ഗെയിംസും ബീഹാർ എവിടെയാണ്? ബീഹാർ ആണെന്ത് ഹോസ്റ്റ് ചെയ്യാൻ പോകുന്നത് കേട്ടോ. ഓക്കെ, അപ്പോൾ പാരാ ഗെയിംസ് ചോദിച്ചാലും ഖേലോ ഇന്ത്യ യൂത്ത് ഗെയിംസ് ചോദിച്ചാലും എവിടെയാണ്? അത് രണ്ടും നടക്കാൻ പോകുന്നത് ബീഹാറിലാണ്, ബീഹാർ. ഓക്കെ, നെക്സ്റ്റ് ഒന്നാണ് ശ്രീനം ആൻഡ്
Anthrecium, okay, Syrenum anthrecium, a new flowering plant species was discovered in Eastern Ghats. Okay, നമ്മുടെ Eastern Ghats-ലെ പുതുതായിട്ടൊരു എന്താണ് ഫ്ലവർ സ്പീഷീസിനെ ഐഡന്റിഫൈ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ചോദിക്കാറുണ്ട് നമ്മൾ പുതുതായിട്ട് ഒരു സ്റ്റേറ്റിൽ അല്ലെങ്കിൽ ഒരു സ്ഥലത്ത് എന്താണ് പുതുതായിട്ടൊരു സ്പീഷീസിനെ എന്താണ് ഡിസ്കവർ ചെയ്യുക, ആ സ്പീഷീസിന്റെ നെയിം എന്താണെന്നൊക്കെ പറഞ്ഞതാണ് ചോദിക്കാറുണ്ട്. അപ്പോൾ ഇതാണ് Syrenum anthrecium എന്ന് പറയുന്നത് കേട്ടോ, anthrecium. അപ്പോൾ ഇതൊന്ന് നോട്ട് ചെയ്ത് പഠിക്കുക. അപ്പോൾ 2 കാര്യങ്ങൾ പഠിച്ചു. ഒന്ന്, ഖേലോ ഇന്ത്യ യൂത്ത് ഗെയിംസും പാരാ ഗെയിംസും കണ്ടക്ട് ചെയ്യാൻ പോകുന്നത് ബീഹാറിലാണ്, 2025 നടക്കാൻ പോകുന്നത്. അത് ബീഹാറാണ് കണ്ടക്ട് ചെയ്യുന്നത്. അതുപോലെ എന്താണ് Syrenum anthrecium എന്ന് പറയുന്ന പുതിയ ഫ്ലവർ എവിടെയാണ് ഡിസ്കവർ ചെയ്തത്? അത് ഈസ്റ്റേൺ ഗട്ട്സിലാണ് ഇത് ഡിസ്കവർ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഈ 2 കാര്യങ്ങളും നോട്ട് ചെയ്യുക. നെക്സ്റ്റ് ആണ് അനിൽ പ്രധാൻ. ഓക്കെ, അനിൽ പ്രധാൻ എന്താണ്? രോഹിണി നയ്യാർ പ്രൈസ്. അപ്പൊ നമ്മുടെ അവാർഡ്സിന്റെ സെക്ഷനിൽ വരുന്നതാണ്. ഓക്കെ, ഇത് അപ്പം ഈ രോഹിണി നയ്യാർ പ്രൈസ് ലഭിച്ചത് ആർക്കാണ്? അത് അനിൽ പ്രധാനാണെന്ത് ഈ രോഹിണി നയ്യാർ പ്രൈസ് ലഭിച്ചത്. അതുപോലെ നെക്സ്റ്റ് വൺ ആണ് നീന മൽഹോത്ര. ഓക്കെ, നമ്മുടെ ഓരോ കൺട്രീസിലേക്ക് നമുക്ക് ഇന്ത്യയിൽ റെപ്രസെന്റ് ആണ് ഓരോ കൺട്രീസിലേക്കും എന്താണ് ഓരോ അംബാസിഡേഴ്സ് നമ്മൾ സെലക്ട് ചെയ്യാറുണ്ട്. അപ്പൊ റീസെന്റ് ആയിട്ട് എന്താണ് സ്വീഡനിലേക്ക് നമ്മൾ സെലക്ട് ചെയ്യപ്പെട്ട അംബാസിഡർ ആണെന്ത് നീന മൽഹോത്ര എന്ന് പറയുന്നത്. അപ്പൊ 2 കാര്യങ്ങൾ പഠിച്ചു. ഒന്ന്, അവാർഡ്സ് രോഹിണി നയ്യാർ പ്രൈസ് ലഭിച്ച അനിൽ പ്രധാനാണ്. അതുപോലെ എന്താണ് അതുപോലെ നീന മൽഹോത്രയ്ക്ക് എന്താണ് അംബാസിഡർ ടു സ്വീഡൻ അവാർഡ് എന്താണ് ലഭിച്ചിട്ടുണ്ടെന്ന് നോട്ട് ചെയ്യുക. ഓക്കെ, നെക്സ്റ്റ് വീണ്ടും എന്താണ് ഒരു ഫെസ്റ്റിവൽ ആണ്. നമ്മൾ അഷ്ടലക്ഷ്മി മഹോത്സവമൊക്കെ ന്യൂഡൽഹി കണ്ടക്ട് ചെയ്യുന്ന പറയുന്ന പോലെ അടുത്തൊരു ഫെസ്റ്റിവൽ ആണ് നിങ്കൽ ചക്കൂബ. ഓക്കെ, ഇറ്റ്സ് എ ട്രഡീഷണൽ ഫെസ്റ്റിവൽ സെലിബ്രേറ്റഡ് ഇൻ മണിപ്പൂർ. ഓക്കെ, മണിപ്പൂരിൽ സെലിബ്രേറ്റ് ചെയ്യുന്ന ഒരു ഫേമസ് ഫെസ്റ്റിവൽ ആണിത് നിങ്കൽ ചക്കൂബ എന്ന് പറയുന്നത്. അതെന്താണ് നവംബറിൽ, ഈ കഴിഞ്ഞ നവംബറിൽ എന്താണ് നിങ്കൽ ചക്കൂബ എന്ന് പറയുന്ന ഫെസ്റ്റിവൽ മണിപ്പൂരിൽ ഹോസ്റ്റ് ചെയ്തത്. നമ്മുടെ സ്ട്രാറ്റജിക്കാണ്, എന്നാൽ പോലും എന്താണ് ഒരു കറണ്ട് അഫയേഴ്സായിട്ട് ബന്ധപ്പെട്ട് ചോദിക്കുന്ന ഒരു ചോദ്യമാണ്. ഓക്കെ, നെക്സ്റ്റ് വൺ ലിഗ്നോസാറ്റ്. നമ്മുടെ വേൾഡിൽ തന്നെ 2 ടൈപ്പ് ചോദ്യം ചോദിക്കാം. ഒന്ന്, വേൾഡിൽ തന്നെ ഫസ്റ്റ് വുഡൻ സാറ്റലൈറ്റിന്റെ പേരെന്താണ്? ഏതാണ്? അത് ലിഗ്നോസാറ്റ്. ഇനി ഏത് കൺട്രിയാണ് ലോഞ്ച് ചെയ്യുന്നത് വെച്ചാൽ ജപ്പാൻ. ഓക്കെ, ജപ്പാൻ ആണെന്ത് ഈ ലിഗ്നോസാറ്റ് ലോഞ്ച് ചെയ്യാൻ പോകുന്നത് കേട്ടോ, ജപ്പാൻ. ഓക്കെ, ജപ്പാൻ ഇൻ കൊളാബറേഷൻ വിത്ത് SpaceX. ഓക്കെ, ജപ്പാൻ ഇൻ കൊളാബറേഷൻ വിത്ത് SpaceX ആണെന്ത് ഈ ലിഗ്നോസാറ്റ് ലോഞ്ച് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, വേൾഡിൽ തന്നെ ഫസ്റ്റ് വുഡൻ സാറ്റലൈറ്റ് ആണെന്ത് ഈ ലിഗ്നോസാറ്റ് എന്ന് പറയുന്നത്. അതുപോലെ നിങ്കൽ ചക്കോബ എന്ന് പറയുന്ന ഫെസ്റ്റിവൽ നടക്കുന്ന എവിടെയാണ്? അത് മണിപ്പൂരിലാണ് ഹോസ്റ്റ് ചെയ്യുന്നതെന്നും നോട്ട് ചെയ്ത് വെക്കുക. നെക്സ്റ്റ്, നാമോ ഡ്രോൺ ദീദി സ്കീം. എന്താണെന്ന് വെച്ചാൽ ഈ അഗ്രികൾച്ചർ സെക്ടറിലുള്ളവർക്ക് ഒരു വാസ്റ്റ് ഏരിയയിൽ അവർ അഗ്രികൾച്ചർ ചെയ്യുവാണെങ്കിൽ അത് കൃത്യമായിട്ട് മോണിറ്റർ ചെയ്യാൻ വേണ്ടി, ഇപ്പോൾ വലിയൊരു പാടം അല്ലെങ്കിൽ വലിയൊരു ഏക്കർ കണക്ക് സ്ഥലമാണെങ്കിൽ എന്താണ് ഇത് കൃത്യമായി മോണിറ്റർ ചെയ്യാൻ വേണ്ടി ഇവർക്ക് സാധിച്ചില്ലെങ്കിൽ ഇവരുടെ കൃഷി നശിച്ചു പോകാൻ സാധ്യതയുണ്ട്. അപ്പോൾ അതിന്റെ ഭാഗമായിട്ട് ഇവർ എന്താണ് ഒരു ഡ്രോൺ വെച്ച് ഇതിനെ മോണിറ്റർ ചെയ്യാൻ, അല്ലെങ്കിൽ ഡ്രോൺ കൊണ്ട് എന്താണ് ഇവർക്ക് ഈ കംപ്ലീറ്റ് കൃഷി കാര്യങ്ങളൊക്കെ ഒന്ന് എന്താണ് മോണിറ്റർ ചെയ്ത് കൺട്രോൾ ചെയ്യാൻ വേണ്ടി എന്താണ് പുതുതായിട്ട് ഇംപ്ലിമെന്റ് ചെയ്ത സ്കീമാണെന്ത് നാമോ ഡ്രോൺ ദീദി സ്കീം എന്ന് പറയുന്നത്. ഓക്കെ, ഗവൺമെന്റ് ലോയേഴ്സ് നാമോ ഡ്രോൺ ദീദി സ്കീം ടു പ്രൊവൈഡ് ഡ്രോൺസ് ടു 15,000 സെലക്ടഡ് വുമൺ സെൽഫ് ഗ്രൂപ്പ്സ്. അതായത് 15,000 എന്താണ് സെൽഫ് വുമൺ ഗ്രൂപ്പ്സ് എന്താണ് ഈ ഒരു ഡ്രോൺ കൊടുക്കാനുള്ള ഒരു സ്കീമാണെന്ത് നാമോ ദീദി സ്കീം എന്ന് പറയുന്നത് അണ്ടർ ദീനദയാൽ അന്ത്യോദന യോജന. ഓക്കെ, ഏത് സ്കീമിന് അണ്ടറിലെന്ന് വെച്ചാൽ ദീൻദയാൽ അന്ത്യോദന യോജനയുടെ സ്കീമിന് അണ്ടറിലാണ് ഈ ദീദി സ്കീം, ഡ്രോൺ ദീദി സ്കീം നമ്മൾ ലോഞ്ച് ചെയ്യുന്നത്. ഇത് ലോഞ്ച് ചെയ്യുന്ന മിനിസ്റ്റർ ഓഫ് അഗ്രികൾച്ചർ. ഒബ്വിയസ്ലി അഗ്രികൾച്ചർ ആയിരിക്കില്ല, കാരണം ഡ്രോൺസ് എന്തിനാണ് നമുക്ക് അഗ്രികൾച്ചർ കാര്യങ്ങൾ എന്താണ് മോണിറ്റർ ചെയ്യാൻ വേണ്ടിയാണ്. അപ്പോൾ മിനിസ്ട്രി ഓഫ് അഗ്രികൾച്ചർ അണ്ടറിലാണിത് ഇത് വരുന്നത്. അതുപോലെ എത്ര കോടി രൂപയാണ് ഇത് മാറ്റി വെച്ചതെന്ന് വെച്ചാൽ 1261 കോടി രൂപയാണിത് ഈ നമോ ഡ്രോൺ ദീദി സ്കീമിന് വേണ്ടി മാറ്റി വെച്ചിരിക്കുന്നത്. നിങ്ങൾ ഒന്ന് നോട്ട് ചെയ്യുക. ഓക്കെ, കാരണം ഈ സ്കീംസ് ഒക്കെ ചോദിക്കാറുണ്ട്. അപ്പോൾ എത്ര വുമൺസിനാണ്? 15,000. ഇനി ഏത് യോജന അണ്ടറിൽ വരുന്നതാണ്? അതുപോലെ എത്ര കോടികളാണ് ഇതിനു വേണ്ടി മാറ്റി വെച്ചിരിക്കുന്നത്? ഈ കാര്യങ്ങളൊക്കെ ഇമ്പോർട്ടൻ്റ് ആണ്. നെക്സ്റ്റ് വൺ, ദീപിക കുമാരി. ഓക്കെ, റീസെന്റ് ആയിട്ട് നടന്ന ആർച്ചറി വേൾഡ് കപ്പ് ഫൈനൽ എന്താണ് ദീപിക കുമാരി വോൺ ചെയ്തിട്ടുണ്ട്. അവരൊക്കെ ആർച്ചറി പ്ലെയർ ആണ്. അപ്പോൾ ചോദിക്കാം മേ ബി എന്താണ് ദീപിക ആർച്ചറി വേൾഡ് കപ്പ് ഫൈനലിൽ വോൺ ചെയ്ത ആരാണ്? അതാണ് നമ്മുടെ ദീപിക കുമാരി. അതുപോലെ നെക്സ്റ്റ് വൺ ആണ് മാക്സ് വെസ്റ്റാപ്പൻ. ഓക്കെ, ബ്രസീൽ ഗ്രാൻഡ് പ്രിക്സ്. റീസെന്റ് ആയിട്ട് നോക്കുവാണെങ്കിൽ ഒട്ടുമിക്ക എല്ലാ ഗ്രാൻഡ് പ്രിക്സിലും കൊണ്ടുള്ള ആരാണ്? മാക്സ് വെസ്റ്റാപ്പൻ തന്നെയാണ്. പക്ഷെ നിങ്ങളൊന്ന് പഠിച്ചു വെക്കുക. ഓക്കെ, ചില വ്യത്യാസങ്ങളൊക്കെ ഉണ്ടാകാറുണ്ട്. അപ്പോൾ 2024 ബ്രസീൽ ഗ്രാൻഡ് പ്രിക്സ് കരസ്ഥമാക്കിയത് മാക്സ് വെസ്റ്റാപ്പൻ ആണ്. ഓക്കെ, അതുപോലെ നമ്മുടെ നവംബർ മാസത്തിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് എന്താണ് ഡേയ്സും തീംസും കൂടെ പറഞ്ഞിട്ട് നമുക്ക് ഈ കറണ്ട് അഫയേഴ്സ് സെക്ഷൻ എന്ത് ചെയ്യാം. ഫസ്റ്റ്, നാഷണൽ ക്യാൻസർ അവയർനെസ് ഡേ. എന്താണ് 7th നവംബറിലാണിത് നാഷണൽ ക്യാൻസർ അവയർനെസ് ഡേ വരുന്നത്. അതുപോലെ അതിന്റെ തീമാണിത് ഇംപ്രൂവിംഗ് ആക്സസ് ടു ക്യാൻസർ പ്രിവെൻഷൻ, ഏർലി ഡിറ്റക്ഷൻ ആൻഡ് ട്രീറ്റ്മെന്റ്. ഓക്കെ, അപ്പോൾ ഡേയ്സ് ആൻഡ് തീംസ് ഒക്കെ നമ്മൾ എന്താണ് നമ്മുടെ എക്സാംസിന് കാണാറുണ്ടല്ലേ. ഒന്നെങ്കിൽ ചോദിക്കാം ഇന്ന ഡേ ഏത് ദിവസമാണ്, അല്ലെങ്കിൽ ഇന്ന ഡേ ഏത് ദിവസമാണ്, അതുപോലെ ഇതിന്റെ തീം എന്താണ്, ഈ വർഷത്തെ തീം എന്താണ്, 2024 തീം എന്താണെന്ന് ചോദിക്കാം. ഓക്കെ, അപ്പം നാഷണൽ ക്യാൻസർ അവയർനെസ് ഡേയുടെ തീം ഡേറ്റും പഠിക്കുക. അതുപോലെ വേൾഡ് റേഡിയോളജി ഡേ എന്നാണ്, അത് 8th നവംബറാണ്. 8th നവംബറാണിത് വേൾഡ് റേഡിയോളജി ഡേ എന്ന് പറയുന്നത്. അതിന്റെ തീമാണിത് റേഡിയോഗ്രാഫേഴ്സ് സീയിങ് ദ അൺസീൻ. എന്താണ് റേഡിയോഗ്രാഫേഴ്സ് സീയിങ് ദ അൺസീൻ ആണെന്ത് അതിന്റെ തീം എന്ന് പറയുന്നത്.
നെക്സ്റ്റ് വൺ നാഷണൽ എഡ്യൂക്കേഷൻ ഡേ 11th നവംബർ ആണിത് നാഷണൽ എഡ്യൂക്കേഷൻ. എന്തിനാണ് നമ്മൾ നാഷണൽ എഡ്യൂക്കേഷൻ ഡേ 11th നവംബർ നമ്മൾ സെലിബ്രേറ്റ് ചെയ്യുന്നത്? അത് നമ്മുടെ ബർത്ത് ആനിവേഴ്സറി ഓഫ് മൗലാന അബുൽ കലാം ആസാദ്. ഓക്കെ, മൗലാന അബുൽ കലാം ആസാമിന്റെ ബർത്ത് ആനിവേഴ്സറി ആണിത് നമ്മൾ നാഷണൽ എഡ്യൂക്കേഷൻ ഡേ ആയിട്ട് നമ്മൾ ആചരിക്കുന്നത് കേട്ടോ. നെക്സ്റ്റ് വൺ വേൾഡ് ന്യൂമോണിയ ഡേ. ഓക്കെ, 12th നവംബർ. ഓക്കെ, വേൾഡ് ന്യൂമോണിയ ഡേ എന്ന് വെച്ചാൽ അത് 12th നവംബർ ആണ്. എന്താണ് ഇതിന്റെ തീം? എവരി ബ്രീത്ത് കൗണ്ട്സ്, സ്റ്റോപ്പ് ന്യൂമോണിയ ഇൻ ഇറ്റ്സ് ട്രാക്സ്. എന്താണ്? എവരി ബ്രീത്ത് കൗണ്ട്സ്, സ്റ്റോപ്പ് ന്യൂമോണിയ ഇൻ ഇറ്റ്സ് ട്രാക്സ്. അതുപോലെ നാഷണൽ യൂണിറ്റി ഡേ. നാഷണൽ യൂണിറ്റി എന്നാണ് 31st ഒക്ടോബർ. അതിന് മുമ്പ് എന്താണ്? വേൾഡ് ഡയബറ്റീസ് ഡേ ആണല്ലേ. വേൾഡ് ഡയബറ്റീസ് ഡേ എന്നാണ് നമ്മുടെ ചിൽഡ്രൻസ് ഡേ തന്നെ 14th നവംബർ ആണത് വേൾഡ് ഡയബറ്റീസ് ഡേ നടക്കുന്നത്. അതുപോലെ തീം എന്താണ്? ബ്രേക്കിംഗ് ബാരിയേഴ്സ്, ബ്രിഡ്ജിങ് ഗ്യാപ്സ്. എന്താണ്? ബ്രേക്കിംഗ് ബാരിയേഴ്സ് ആൻഡ് ബ്രിഡ്ജിങ് ഗ്യാപ്സ് ആണത് നമ്മുടെ വേൾഡ് ഡയബറ്റീസ് ഡേയുടെ തീം. അതെന്നാണ് ഡേറ്റ് എന്താണ്? 14th നവംബർ. ആൻഡ് ലാസ്റ്റ് വൺ നാഷണൽ യൂണിറ്റി ഡേ എന്നാണ് 31st ഒക്ടോബർ. ഓക്കെ, ഒക്ടോബർ നവംബറിലാണ് പറഞ്ഞത്. അപ്പോൾ ഒക്ടോബർ നമുക്ക് ആവശ്യമില്ല, എന്നാലും പഠിച്ചേക്കും. 31st ഒക്ടോബർ എന്താണ്? ബർത്ത് ആനിവേഴ്സറി ഓഫ് സർദാർ വല്ലഭായ് പട്ടേൽ. ഓക്കെ, സർദാർ വല്ലഭായ് പട്ടേലിന്റെ ആണ് നാഷണൽ യൂണിറ്റി ഡേ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയാണെന്ത് നമ്മുടെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള നവംബർ മാസത്തിലെ കറണ്ട് അഫയേഴ്സ് എന്ന് പറയുന്നത്. അപ്പം നിങ്ങളുടെ ഈ PDF എന്താണ്? PDF മെറ്റീരിയൽ നിങ്ങൾക്ക് ഗ്രൂപ്പിൽ നമ്മുടെ താഴെ കാണുന്ന ലിങ്ക് എന്താണ്? ടെലിഗ്രാം ഗ്രൂപ്പിന്റെ അല്ലെങ്കിൽ ആപ്പിന്റെ ലിങ്ക് കാണും. ആ ലിങ്കിൽ നിങ്ങൾക്ക് നമ്മുടെ ടെലിഗ്രാം ഗ്രൂപ്പിലോ ആപ്പിലോ ജോയിൻ ചെയ്ത ശേഷം എന്താണ് ഈ PDF നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാവുന്നതാണ്. അപ്പോൾ എന്തെങ്കിലും സെഷൻസ് കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഈ PDF എന്താണ് നിങ്ങൾക്ക് പഠിക്കാൻ പറ്റുന്നുണ്ടോ, അല്ലെങ്കിൽ എന്താണ് നിങ്ങൾക്ക് ആക്സസ് ചെയ്യാൻ പറ്റുന്നുണ്ടോ, നിങ്ങൾക്ക് പഠിക്കാൻ പറ്റുന്നുള്ളതൊക്കെ എന്താണ് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ എന്താണ് താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അപ്പം അടുത്ത മാസത്തിലെ അല്ലെങ്കിൽ മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് കാണാം. ഓക്കെ, ബൈ.